कुंज जय राधा माधव जय कुंज बिहारी जय गोपीचना वल्लभा जय गिरिवरधारी जय गोपीचना वल्लभा जय गिरिवरधारी जय यशोदनन्दन व्रजजनरञ्जन यशोदनन्दन व्रजजनरञ्जन यशोदनन्दन व्रजजनरञ्जन यशोदनन्दन व्रजजनरञ्जन यशोदनन्दन व्रजजनरञ्जन यशोदनन्दन व्रजजनरञ्जन यमुनतीरावनचारि यमुनतीरावनचारि जय राधा माधव जय कुंज बिहारी हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्णा कृष्ण कृष्ण हरे राम 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 हरे 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 कृष्णा कृष्ण कृष्ण हरे राम 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 हरे कृष्णा कृष्ण हरे 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 राम 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 हरे हरे ॐ अज्ञानातिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुर्मीलितं येन तस्मै श्रीगुरवे नमः। नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरये। मूकं करोति वाचालं भङ्गुं गिरिं यत्कृपातमहं वन्दे परमानन्दमाधवम्। हे कृष्णा करुणा सिंधु दीनबंधु जगत्पते गोपेशा गोपिका कांदा राधा कांदा नमोस्तुते तप्त कांचन गौरांगी राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये नष्टप्रायेषु भद्रेषु नित्यं भागवत सेवया भगवतीरुत्तमश्लोके भक्तिर्भवति नैष्टिकीम्। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंद। हरे कृष्णा 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 हरे 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 राम 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 हरे हरे। ओ नमो भगवते वासुदेवाय ओ नमो भगवते वासुदेवाय ओ नमो भगवते वासुदेवाय। ഭഗവത്ഗീത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹരേ കൃഷ്ണ. ഭഗവത്ഗീത യഥാരൂപം അധ്യായം 2 ശ്ലോകം 67-68.
ഗീത വിഷയ സംഗ്രഹം രണ്ടാമത്തെ അധ്യായത്തിലെ 67 68 ശ്ലോകമാണ് ഇന്നത്തെ നമ്മുടെ പഠന വിഷയം ഭഗവത്ഗീതയിലെ. ഹരിബോൾ. ശ്ലോകം വായിക്കട്ടെ. ഹരേ കൃഷ്ണ. യെസ് പ്രഭു, യെസ് പ്രഭു. ഓക്കെ. ശ്ലോകം 67. ഇന്ദ്രിയാണാം ഹി ചരതാം യന്മനോ അനുവിധീയതേ തദസ്യ ഹരതി പ്രജ്ഞാം വായുർനാമഭി അംബസി. ഇന്ദ്രിയാണാം ഹി ചരതാം യന്മനോ അനുവിധീയതേ തദസ്യ ഹരതി പ്രജ്ഞാം വായുർനാമഭി അംബസി. ഇന്ദ്രിയാണാം ഹി ചരതാം യന്മനോ അനുവിധീയതേ തദസ്യ ഹരതി പ്രജ്ഞാം വായുർനാമഭി അംബസി. ഹി എന്തെന്നാൽ ചരതാം വിഷയങ്ങളിൽ ചരിക്കുന്ന ഇന്ദ്രിയാണാം ഇന്ദ്രിയങ്ങൾക്ക് ജന്മനാഹ ഏതൊരു മനസ്സ് അനുവിധീയതേ നിരന്തരം പ്രവർത്തിക്കുന്ന തത് അത് ആ മനസ്സ് വായു വായു അംബസി ജലത്തിൽ നാവം ഇവ തോണി എന്ന പോലെ അസ്യ അവന്റെ പ്രജ്ഞാം ബുദ്ധിയെ ഹരതി അപഹരിക്കുന്നു. വിവർത്തനം. ശ്രീല അഭയചരണാരവിന്ദ ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ്. ജയ് ശ്രീല പ്രഭുപാദ്. വെള്ളത്തിലെ തോണിയെ കൊടുങ്കാറ്റ് എന്ന പോലെ അലയുന്ന ഇന്ദ്രിയങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ മനസ്സ് കേന്ദ്രീകരിക്കുമ്പോൾ മനുഷ്യന്റെ ബുദ്ധിയെ അത് വലിച്ചിഴയ്ക്കുന്നു. ഭാവാർത്ഥം ശ്രീല പ്രഭുപാദ്. ജയ് ശ്രീല പ്രഭുപാദ്. ഭാവാർത്ഥം വായിക്കാം. ഹരേ കൃഷ്ണ. എല്ലാ ഇന്ദ്രിയങ്ങളെയും ഭഗവത് സേവനത്തിൽ ഏർപ്പെടുത്താത്ത പക്ഷം അവയിൽ വിഷയലോലുപമായ ഒന്നു മാത്രം മതി ഭക്തനെ ദിവ്യമായ പുരോഗതിയുടെ പാതയിൽ നിന്ന് വ്യതിചലിപ്പിക്കുവാൻ. അംബരീഷ ചരിതത്തിൽ കാണുന്നത് പോലെ ഇന്ദ്രിയങ്ങൾ ഒന്നൊഴിയാതെ കൃഷ്ണാവബോധത്തിൽ പ്രവർത്തന നിരതമാക്കണം. അതാണ് മനസ്സംയമനത്തിനുള്ള ശരിയായ മാർഗം. ഒന്നുകൂടി ചെറിയ ഭാവാർത്ഥമാണ്. രണ്ട് ശ്ലോകവും വളരെ ചെറുതാണ്. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി അതിന്റെ ഭാവാർത്ഥം വായിക്കാം. ഹരേ കൃഷ്ണ. ഭാവാർത്ഥം. എല്ലാ ഇന്ദ്രിയങ്ങളെയും ഭഗവത് സേവനത്തിൽ ഏർപ്പെടുത്താത്ത പക്ഷം അവയിൽ വിഷയലോലുപമായ ഒന്നു മാത്രം മതി ഭക്തനെ ദിവ്യമായ പുരോഗതിയുടെ പാതയിൽ നിന്ന് വ്യതിചലിപ്പിക്കുവാൻ. അംബരീഷ ചരിതത്തിൽ കാണുന്നത് പോലെ ഇന്ദ്രിയങ്ങൾ ഒന്നൊഴിയാതെ കൃഷ്ണാവബോധത്തിൽ പ്രവർത്തന നിരതമാക്കണം. അതാണ് മനസ്സംയമനത്തിനുള്ള ശരിയായ മാർഗം എന്ന് ഈ 67 ശ്ലോകത്തില് പറഞ്ഞിരിക്കുന്നു ഭഗവാൻ. അടുത്ത 68 ശ്ലോകം വായിക്കാം. ഹരേ കൃഷ്ണ. 2 ശ്ലോകമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് മാതാജി. ഹരേ കൃഷ്ണ. തസ്മാദ്യസ്യ മഹാബാഹോ നിഹൃദീതാനി സർവശാഃ ഇന്ദ്രിയാണിന്ദ്രിയാണിന്ദ്രിയാർത്ഥാപ്യ അസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. തസ്മാദ്യസ്യ മഹാബാഹോ നിഹൃദീതാനി സർവശാഃ ഇന്ദ്രിയാണിന്ദ്രിയാർത്ഥാപ്യ തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. തസ്മാത് അതുകൊണ്ട് മഹാബാഹോ അലയോ ബാഹോ മഹാബാഹോ യസ്യ ഏതൊരുവന്റെ ഇന്ദ്രിയാണി ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയ അർത്ഥ്യേഭ്യാഹ ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്ന് സർവശാഹ ചുറ്റുപാടിൽ നിന്നും നിർഹൃദീതാനി നിയന്ത്രിതങ്ങളാകുന്നുവോ തസ്യ അവന്റെ പ്രജ്ഞാഹ ബുദ്ധി പ്രതിഷ്ഠിതമാകുന്നു. വിവർത്തനം.
അതുകൊണ്ട് കൈക്കരുത്തുള്ളവനെ ഇന്ദ്രിയങ്ങളെ അവയുടെ വിഷയങ്ങളിൽ നിന്ന് പിന്മാറ്റാൻ കഴിവുള്ള ആളാണ് സ്ഥിതപ്രജ്ഞൻ. ഭാവാർത്ഥം ശീല പ്രഭുപാദ്. ജയ് ശ്രീല പ്രഭുപാദ്. ഇന്ദ്രിയങ്ങളെ കൃഷ്ണന്റെ അതീന്ദ്രിയ സേവനത്തിൽ നിയോഗിക്കുക അഥവാ കൃഷ്ണാവോത്തിൽ മുഴുക വഴി മാത്രമേ ഒരാൾക്ക് ഇന്ദ്രിയ സുഖാവേശം നിയന്ത്രിക്കാൻ കഴിയൂ. ശത്രുക്കളെ ഒതുക്കുന്നത് കൂടുതൽ ശക്തി കൊണ്ടാണല്ലോ. ഇന്ദ്രിയങ്ങളെ മനുഷ്യ പ്രയത്നം കൊണ്ട് ഒതുക്കാനാവില്ല. അതിനവയെ കൃഷ്ണാവോധം കൊണ്ട് വേണം സ്ഥിതപ്രജ്ഞനാകാനെന്നും വിശ്വാസ്യനായ ഒരു ആധ്യാത്മിക ഗുരുവിന്റെ മേൽനോട്ടത്തിൽ പരിശീലിക്കേണ്ടതാണ് ഈ കലയെന്നും അറിയുന്ന ഒരാൾ സാധകൻ അല്ലെങ്കിൽ മുക്തിക്ക് യോഗ്യനായവൻ എന്ന് വിളിക്കപ്പെടുന്നു. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഇന്ന് നമ്മൾ വായിച്ച ശ്ലോകം 67 68 ശ്ലോകങ്ങളാണ് വായിച്ചത്. കഴിഞ്ഞ ശ്ലോകങ്ങളിൽ വായിച്ച 66-ാമത്തെ ശ്ലോകത്തിന്റെ വിവർത്തനം ഒന്നുകൂടി വായിച്ചിട്ട് നമുക്ക് അടുത്ത ഈ 2 ശ്ലോകങ്ങളിലേക്ക് കടക്കാമെന്ന് വിചാരിക്കുന്നു. ഞാനത് വായിക്കാം. 66-ാമത്തെ ശ്ലോകത്തിനകത്ത് അതിന്റെ വിവർത്തനത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത്, പരമപുരുഷനുമായി കൃഷ്ണാവോത്തിൽ ബന്ധപ്പെടുത്താത്തവന് ദിവ്യബുദ്ധിയോ ഉറച്ച മനസ്സോ ലഭിക്കില്ല. അതില്ലാതെ മനസ്സമാധാനം കൈവരിക്കാൻ സാധ്യമല്ല. സമാധാനമില്ലെങ്കിൽ സുഖം എവിടെ? ഇതാണ് കഴിഞ്ഞ 66-ാമത്തെ ശ്ലോകത്തിനകത്ത് നമ്മൾ കണ്ടത്. അപ്പൊ അതില് കൃഷ്ണാവോധമില്ലാത്ത ഒരാൾക്ക് ശാന്തി കൈവരിക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു. നമ്മളത് പഠിച്ചതാണ് ആ ശ്ലോകം. പക്ഷെ ഇവിടെ ഈ 67-ാമത്തെ ശ്ലോകത്തിന്റെ അകത്ത് ഭഗവാൻ ഇവിടെ കൃഷ്ണാവോധത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഈ ഗീതാ വിഷയം യഥാർത്ഥത്തില് കൃഷ്ണാബോധത്തെയാണ് നമ്മളെ ഭഗവാൻ പഠിപ്പിക്കുന്നത്. ഈ കൃഷ്ണാബോധം യഥാർത്ഥത്തില് ഈ ഗീതാ വിഷയം കൃഷ്ണാബോധത്തിൽ എത്തുക എന്നുള്ളതാണ് ഈ അധ്യായത്തിന്റെ രത്നചുരുക്കം. അത് ഇതിൽ ഏകദേശം ഒരു 72 ശ്ലോകങ്ങളോടുകൂടി ഈ അധ്യായം, 2-ാമത്തെ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ 72 ശ്ലോകങ്ങൾ ഉള്ളതായിട്ടാണ് കണ്ടത്. അപ്പൊ അത് ഏറ്റവും അവസാനത്തെ ശ്ലോകമാണ്. 72-ാമത്തെ ശ്ലോകം കൊണ്ട് ഈ അധ്യായം അവസാനിക്കുകയാണ്. അപ്പോ ഇവിടെ ഈ 66-ാമത്തെ ശ്ലോകത്തിനകത്ത് നമ്മൾ വായിച്ചപ്പോൾ കണ്ടത്, കൃഷ്ണാബോധമില്ലാതെ ഒരാൾക്ക് ശാന്തി കൈവരിക്കാൻ സാധിക്കില്ല. അപ്പൊ കൃഷ്ണാബോധം യഥാർത്ഥത്തിൽ നമുക്ക് ശാന്തിക്ക് കൃഷ്ണാബോധം വളരെ ആവശ്യമാണ് എന്നിവിടെ 66-ാമത്തെ ശ്ലോകത്തിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ യഥാർത്ഥ ശാന്തി, നമ്മള് സമാധാനം, ഇതൊക്കെ തന്നെ ഒരുപാട് ശ്ലോകങ്ങളുടെ അകത്ത് നമ്മൾ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഇവിടെ ഈ 67-ാമത്തെ ശ്ലോകത്തിന്റെ അകത്ത് പറഞ്ഞിരിക്കുന്നു, വെള്ളത്തിലെ തോണിയെ കൊടുങ്കാറ്റെന്ന പോലെ അലയുന്ന വിഷയങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ മനസ്സ് കേന്ദ്രീകരിക്കുമ്പോൾ മനുഷ്യന്റെ ബുദ്ധിയെ അത് വലിച്ചിഴയ്ക്കുന്നു. അപ്പൊ ഇവിടെയും പ്രത്യേകിച്ച് ഒരു കാര്യം നമുക്ക് പിന്നീട് ഇവിടെ പറയുന്നത്, പിന്നീട് ബുദ്ധിയെ ഹരതി അപഹരിക്കുന്നു. ഇതൊരു ഈ ശ്ലോകത്തിന്റെ 67-ാമത്തെ ശ്ലോകത്തിന്റെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്ന ആ വാക്കുകൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പ്രജ്ഞ അഥവാ ബുദ്ധിയെ ഹരതി അപഹരിക്കുന്നു. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, വെള്ളത്തിലെ തോണിയെ കൊടുങ്കാറ്റെന്ന പോലെ അലയുന്ന ഇന്ദ്രിയങ്ങൾ ഏതെങ്കിലും ഒന്ന് മനസ്സ് കേന്ദ്രീകരിക്കുമ്പോൾ മനുഷ്യന്റെ ബുദ്ധിയെ അത് വലിച്ച് ഇഴയ്ക്കുന്നു. ഇവിടെ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, യഥാർത്ഥത്തില്
ഇന്ദ്രിയങ്ങളുടെ കേന്ദ്ര സ്ഥാനമാണ് മനസ്സ് എന്ന് നമുക്ക് അറിയാം. ഇന്ദ്രിയങ്ങൾക്ക് മേലെ മനസ്സ് നിൽക്കുന്നു. അപ്പൊ മനസ്സിന് മേലെ പിന്നെ ബുദ്ധി ഉണ്ട്. അപ്പോ ബുദ്ധിയാണ് നമുക്ക് യഥാർത്ഥത്തില് ബുദ്ധി കൊണ്ടാണ് നമ്മൾ കാര്യങ്ങളൊക്കെ വിശകലനം ചെയ്യുന്നത്. അപ്പൊ ബുദ്ധിയെ ഇവിടെ അത് പിന്നീട് ഇന്ദ്രിയങ്ങൾ നിയന്ത്രണമില്ലാത്ത ഇന്ദ്രിയങ്ങള് നമ്മുടെ ബുദ്ധിയുടെ യഥാർത്ഥ അവസ്ഥയെ അത് തെറ്റിക്കും എന്നാണ് ഇവിടെ ഈ ശ്ലോകത്തിന്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. അതിന് കാരണം പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഉദാഹരണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിയന്ത്രണമില്ലാത്ത മനസ്സ്, അതിന് ഉദാഹരണം കൊടുത്തിരിക്കുന്നത് പിന്നീട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് പിന്നീട് വെള്ളത്തിലെ തോണി എന്ന പോലെയാണ് പറഞ്ഞിരിക്കുന്നത്. യഥാർത്ഥത്തില് ജലത്തിൽ കിടക്കുന്ന തോണിക്ക് ഒരു പ്രത്യേകിച്ച് ഒരു നിയന്ത്രണമില്ല. അത് എങ്ങോട്ട് വേണമെങ്കിലും പോകാൻ കഴിയും. ആ ഒരു ഉദാഹരണമാണ് ഇവിടെ ഈ ശ്ലോകത്തിന്റെ അകത്ത് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. കാരണം നമുക്കത് പിന്നീട് അത് ഇവിടെ ഉദാഹരണം കൊടുത്തിരിക്കുന്നത് പിന്നീട് കൊടുങ്കാറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൊടുങ്കാറ്റ് പിന്നീട് തട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിടിച്ചാൽ കിട്ടത്തില്ല. ആ ഒരു ഉദാഹരണമാണ് ഭഗവാൻ ഈ ശ്ലോകത്തിന്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോ യഥാർത്ഥത്തില് പിന്നീട് ഇന്ദ്രിയങ്ങള് അത്തരത്തിലാണ്. ഇന്ദ്രിയങ്ങൾ എപ്പോഴും മനസ്സൊക്കെ ചഞ്ചലമായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ അതിനൊരു നല്ലൊരു ഉദാഹരണമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വെള്ളത്തില് തോണിയെ കൊടുങ്കാറ്റ് വലിച്ചെടുത്തിട്ട് പോകണം പോലെ എന്നാണ് ഇവിടെ ഭഗവാൻ പിന്നീട് ഈ ശ്ലോകത്തിന്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെ പിന്നീട് അലയുന്ന പിന്നീട് ഇന്ദ്രിയങ്ങളിൽ ഏതെങ്കിലും ഒന്ന് മനസ്സിനെ കേന്ദ്രീകരിക്കുമ്പോൾ മനുഷ്യന്റെ ബുദ്ധിയെ അത് വലിച്ചിഴയ്ക്കുന്നു. അപ്പോ ഇന്ദ്രിയങ്ങള് നമുക്കറിയാം, പഞ്ച ഇന്ദ്രിയങ്ങള്. അപ്പൊ അത് പിന്നീട് കേൾക്കുക, പറയുക, ഇതൊക്കെ നമുക്കറിയാം. അപ്പൊ ആ ഇന്ദ്രിയങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം മതി നമ്മളെ കുഴപ്പത്തിലാക്കാൻ. കൊടുങ്കാറ്റ് പോലെ തോണിയെ, കൊടുങ്കാറ്റ് നല്ലൊരു കൊടുങ്കാറ്റ് വന്നു കഴിഞ്ഞാൽ തോണിയെ വേണമെങ്കിൽ മറച്ചിടാം. അപ്പൊ എല്ലാവരും കൂടെ തോണിയിലുള്ളവര് യഥാർത്ഥത്തിൽ ഇന്ദ്രിയങ്ങള് ആണ് ഇവിടെ ഉദാഹരിച്ചിരിക്കുന്നത്. അപ്പം എല്ലാം കൂടെ വെള്ളത്തിൽ പോകും. പിന്നെ നീന്തി കയറുന്ന കാര്യത്തെ കുറിച്ച് പിന്നുള്ള കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഏതെങ്കിലും ഇന്ദ്രിയങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം മതി നമ്മളെ കുഴപ്പത്തിലാക്കാൻ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത് സംഭവിക്കുന്നത് എന്താണ്? പിന്നെ യഥാർത്ഥത്തില് അത് ബുദ്ധിയെയാണ് അത് യഥാർത്ഥത്തില് കുഴപ്പത്തിലാക്കുന്നത്. അപ്പോ യഥാർത്ഥത്തില് ഇന്ദ്രിയ നിയന്ത്രണം നമുക്ക് ശരിയായ അവസ്ഥയില് നമുക്ക് ആ ബുദ്ധിയെ വ്യാപരിക്കാനായിട്ട് സാധിക്കും. അപ്പൊ യഥാർത്ഥ ബുദ്ധി ഒരു വിഷയമുണ്ട്. യഥാർത്ഥത്തില് പിന്നീട് കൃഷ്ണാബോധം നമ്മൾ പലയിടത്തും ശ്രീല പ്രഭുപാദിന്റെ പർപ്പോട്ടിലും മറ്റും നമ്മൾ പഠിക്കുന്നുണ്ട്. യഥാർത്ഥത്തില് കൃഷ്ണാബോധം ബുദ്ധിയോഗം എന്നാണ് പറയുന്നത്. അപ്പം ബുദ്ധി കൊണ്ടാണ് നമ്മൾ യഥാർത്ഥത്തില് കാര്യങ്ങളൊക്കെ നമ്മൾക്ക് തിരിച്ചറിയാനും മറ്റും കഴിയുന്നത്. നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് ബുദ്ധി. അപ്പൊ ആ ബുദ്ധി നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിനെ പിന്നീട് എന്താ പറയുന്നത്, ബുദ്ധി പിന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ബുദ്ധിയെ അത് വലിച്ചിഴയ്ക്കുന്നു എന്നാ പറയുക. അങ്ങനെ ഒരു വാക്കാണ് ഇവിടെ വിവർത്തനത്തിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ആ തരത്തിൽ നമുക്ക് ബുദ്ധി പിന്നീട് പ്രശ്നമായി കഴിഞ്ഞു കഴിഞ്ഞാല് ശരിയായ വിധത്തിൽ നമുക്ക് കൃഷ്ണാബോധം പ്രാക്ടീസ് ചെയ്യാനായിട്ട് പറ്റാതെ പോകും. അതാണ് ഇവിടെ ഒരു വിഷയം ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിലിവിടെ പറഞ്ഞിരിക്കുന്ന അനുസരിച്ചിട്ട് വളരെ സിമ്പിൾ ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നീട് നമ്മൾ ഇന്ദ്രിയങ്ങളെ എല്ലാം കൃഷ്ണാബോധത്തിലേക്ക് വ്യാപരിപ്പിക്കുക. അപ്പൊ കൃഷ്ണാബോധം യഥാർത്ഥത്തില് കൃഷ്ണാബോധം എന്താണെന്നുള്ളതും ഒരു വിഷയമാണ്. അപ്പൊ കൃഷ്ണാബോധത്തില് പ്രവർത്തനങ്ങളാണുള്ളത്. യഥാർത്ഥത്തില് കൃഷ്ണാബോധം ഒരുപാട് വാക്കുകൾ പിന്നീട് ശ്രീല പ്രഭുപാദ് നമുക്ക് കൃഷ്ണാബോധം എന്നുള്ള വാക്കുകൾ പലയിടത്തും പല കാര്യങ്ങളും പറയുമ്പോൾ അവിടെ എല്ലാം ഉപയോഗിച്ചിട്ടുണ്ട്. കൃഷ്ണാബോധം. യഥാർത്ഥത്തില് ഈ അധ്യായത്തിന്റെ അവസാന ശ്ലോകത്തിനകത്തും കൃഷ്ണാബോധത്തിൽ എത്തുക എന്നൊക്കെ പറഞ്ഞാണ് അവസാനത്തെ ഈ 72ാമത്തെ ശ്ലോകം നിർത്തുന്നതായിട്ട് കാണാൻ പറ്റും പിന്നീട്. അപ്പൊ കൃഷ്ണാബോധത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ലക്ഷ്യം. അതായിരിക്കണം. അപ്പൊ അതിന് കൃഷ്ണാബോധത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി നമ്മളെ സഹായിക്കുന്നു എന്തെല്ലാം ഈ ശരീരത്തിന്റെ പിന്നീട് ഇന്ദ്രിയങ്ങളിലൂടെയാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി നമ്മള് പ്രവർത്തനങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പോ യഥാർത്ഥത്തിൽ ഇന്ദ്രിയങ്ങളെല്ലാം നമുക്ക് നല്ലത് തന്നെയാണ്. ഏതൊരു ഇന്ദ്രിയവും നമുക്ക് നല്ലതാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. പക്ഷേ ഇന്ദ്രിയങ്ങളെ വഴിതെറ്റിപ്പോയാലുള്ള ഒരു അവസ്ഥയാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. അപ്പൊ ഇന്ദ്രിയങ്ങൾ വഴിതെറ്റി പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെയാണെന്ന് നമ്മളത് പഠിക്കേണ്ട ഒരു കാര്യമാണ്.
അപ്പൊ യഥാർത്ഥത്തില് പിന്നീട് ആ, ആ, ബുദ്ധിയുടെ കാര്യവും പറഞ്ഞിരിക്കുന്നു. അപ്പൊ ബുദ്ധി നഷ്ടപ്പെട്ടു പോയ ഒരുത്തന് പിന്നെയുള്ള കാര്യം കൃഷ്ണാബോധത്തിലേക്ക് ശരിയായ വിധത്തിൽ എത്താൻ കഴിയില്ല. അപ്പൊ അതാണ് ഇവിടെ ഉദാഹരണമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ബുദ്ധി നഷ്ടപ്പെട്ടു പോയ അതിന് എന്തെങ്കിലും പ്രശ്നങ്ങളായി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധി ഭ്രമിച്ചു പോവുക. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് ബുദ്ധിഭ്രമം. പിന്നീട് പല വിധത്തിലും പലയിടത്തും പറയാം. അതിന് ബുദ്ധിഭ്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഭ്രാന്ത് എന്ന് വേണമെങ്കിലും പറയാം അതിന്. ആകെ ആയിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൃഷ്ണാബോധത്തിലേക്ക് എത്തുക എന്ന് പറയുന്ന കാര്യം വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതിന് ഇവിടെ കാരണമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഇന്ദ്രിയങ്ങൾ, ഇപ്പൊ പഞ്ച ഇന്ദ്രിയങ്ങൾ, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം മതി എന്നാ പറഞ്ഞിരിക്കുന്നത് നമ്മളെ ബുദ്ധിനെ അത് കുഴപ്പത്തിലാക്കാൻ, അല്ലെങ്കിൽ അത് വലിച്ചിഴയ്ക്കുന്നു എന്നൊക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതിന് ഭാവാർത്ഥത്തിൽ ശ്രീല പ്രഭുപാദർ പറഞ്ഞിരിക്കുന്നത് എല്ലാ ഇന്ദ്രിയങ്ങളെയും നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നു. കണ്ട ഭാവാർത്ഥം കൊണ്ട് എല്ലാ ഇന്ദ്രിയങ്ങളെയും ഭഗവത് സേവനത്തിൽ ഏർപ്പെടുത്താത്ത പക്ഷം, അങ്ങനെ കൊടുത്തിരിക്കുന്നത്. അവയിൽ വിഷയലോലുപമായ ഒന്ന് മാത്രം മതി ഭക്തനെ ദിവ്യമായ പുരോഗതിയുടെ. അപ്പൊ കൃഷ്ണാബോധം യഥാർത്ഥത്തില് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ കൊടുത്തിരിക്കുന്ന വാക്കതാണ്. അപ്പൊ കൃഷ്ണാബോധം ദിവ്യമായ ഒരു സംഗതിയാണ്. ദിവ്യമായ ഇല്ലേ, ഭഗവാൻ ദിവ്യ ഉത്തമ പുരുഷനാണ്. അപ്പൊ അങ്ങനെയുള്ള ആ കൃഷ്ണനുമായിട്ട് ബന്ധപ്പെടുത്തുന്ന ദിവ്യമായ ഒരു കാര്യമാണ് യഥാർത്ഥത്തിൽ കൃഷ്ണാവബോധം. ആ ബോധത്തിൽ എത്തുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നമുക്ക് വേണ്ടത്. പക്ഷേ അതിന് സഹായകമായിട്ട് നമുക്ക് നമ്മുടെ ഇന്ദ്രിയങ്ങളെല്ലാം നമുക്ക് സഹായകമായിട്ടാണ് നിൽക്കേണ്ടത്. പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? വിഷയലോലുപമായ ഒന്ന് മാത്രം മതി. അപ്പൊ വിഷയങ്ങള് എന്താണ്? ഭൗതിക വിഷയങ്ങൾ, അതാണ് ഇവിടെ വിഷയം അതാണ്. എന്താണ് ഈ ഭൗതികമായ ധ്വര എന്നൊക്കെ നമ്മൾ പലയിടത്തും നമ്മൾ കേൾക്കാൻ പറ്റും. എന്താണ്? കൃഷ്ണാബോധത്തിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യം നമുക്കറിയാൻ പറ്റും. ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് നമുക്ക് അറിയാൻ പറ്റും. ഭൗതിക തലത്തിലെ മിക്കവാറും എല്ലാ കാര്യങ്ങളും കൃഷ്ണാബോധത്തിനെ കുഴപ്പത്തിലാക്കുന്ന കാര്യങ്ങളാണ് എന്ന് നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം സത്യത്തിൽ അത് തന്നെയാണ് യഥാർത്ഥത്തിൽ. അപ്പൊ അതുകൊണ്ട് എല്ലാ ഇന്ദ്രിയങ്ങളെയും കൃഷ്ണന്റെ സേവനത്തിലേക്ക് വേഗിപ്പിക്കുക. അങ്ങനെ ഈ വിഷയങ്ങളിൽ നിന്ന് നമുക്ക് പിന്തിരിയാനായിട്ട് സാധിക്കും. അപ്പൊ കൃഷ്ണാബോധം വളരെ ദിവ്യമായത് കൊണ്ട് അതിന് രുചിയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കി യഥാർത്ഥത്തിൽ അത് മനസ്സിലാക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് ആ ശരിയായ ആ ബുദ്ധി നമുക്ക് കിട്ടുന്നത്. പക്ഷേ വിഷയലോലുപമായ ഇന്ദ്രിയങ്ങൾ യഥാർത്ഥത്തിലുള്ള ആ ശരിയായ ബുദ്ധിയെ നശിപ്പിക്കും. അപ്പൊ നമുക്ക് കൃഷ്ണാബോധം എന്താണെന്ന് അറിയാൻ പറ്റാതാവും. ബുദ്ധി അങ്ങോട്ട് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ അത് ആകെ പ്രശ്നത്തിലായി. ബുദ്ധി ഭ്രമിച്ച ഒരു വ്യക്തിക്ക്, അല്ലെങ്കിൽ ബുദ്ധി നശിച്ചു പോയ ഒരു വ്യക്തിക്ക് എങ്ങനെ കൃഷ്ണാബോധത്തിലേക്ക് എത്താൻ പറ്റും? ബുദ്ധിമുട്ടാണ് എന്നിവിടെ പ്രത്യേകിച്ച് ഈ ശ്ലോകത്തിനകത്ത് പറയുന്നു. അതിന് ഉദാഹരണം കൊടുത്തിരിക്കുന്നത് വളരെ വളരെ നല്ലൊരു ഉദാഹരണം. കാരണം പ്രത്യേകിച്ചും പറയുന്നു, ഇന്ദ്രിയങ്ങളെ പിടിച്ചാൽ കിട്ടത്തില്ല. അത് കൊടുങ്കാറ്റ് അടിക്കുന്നത് പോലെ എങ്ങോട്ടെങ്കിലും ഇങ്ങനെ അലഞ്ഞ് തിരികെയാണ്, ഇല്ലേ? വെള്ളത്തിൽ കിടക്കുന്ന തോണി പോലെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇന്ദ്രിയങ്ങൾ. അപ്പൊ അങ്ങനെയുള്ള ഇന്ദ്രിയങ്ങളിലെ ഏതെങ്കിലും ഒരെണ്ണം മതി നമ്മളെ കുഴപ്പത്തിലാക്കാൻ, അല്ലെങ്കിൽ ബുദ്ധിയെ നശിപ്പിക്കാൻ. ബുദ്ധി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ബുദ്ധിയോഗത്തിന്റെ അകത്ത് പിന്നെ അതോടെ തീരും, എല്ലാ കാര്യങ്ങളും കുഴപ്പത്തിലാവും. അപ്പൊ ബുദ്ധി നമുക്ക് വളരെ അത്യാവശ്യമാണ്. യഥാർത്ഥത്തില് ബുദ്ധി നമുക്ക് നമ്മുടെ കൈവശം ഉണ്ടോ ഇല്ലേ എന്നുള്ളത് പിന്നെ തുടർന്നുള്ള അധ്യായങ്ങളിൽ നമ്മൾ പഠിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. യഥാർത്ഥത്തിലുള്ള ബുദ്ധി നമ്മുടെ കൈവശമാണോ അല്ലേ എന്നുള്ളത് നമ്മളത് പഠിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ എന്തായിരുന്നാലും ബുദ്ധി നമുക്ക് ആവശ്യമാണ്. അപ്പൊ ഏത് ബുദ്ധിയാണ് നമുക്ക് വേണ്ടതെന്നുള്ളത് നമ്മൾ ഭഗവത്ഗീത പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ നമ്മുടെ കൈവശമുള്ള ബുദ്ധി എന്താണ്, യഥാർത്ഥ ബുദ്ധി എന്താണെന്നൊക്കെ നമ്മൾ ഭഗവത്ഗീത പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നു ബുദ്ധിയെ പിന്നീട് വ്യതിചലിപ്പിക്കും, അല്ലെങ്കിൽ കുഴപ്പത്തിലാക്കും എന്നിവിടെ പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ പ്രത്യേകിച്ച് ശ്രീല പ്രഭുപാദർ പറയുന്നു, അംബരീഷ ചരിതത്തിനകത്ത് അംബരീഷ മഹാരാജാവ് ചെയ്തിട്ടുള്ളത് പോലെ ഇന്ദ്രിയങ്ങൾ ഒന്നുപോലും ഒഴിയാതെ അദ്ദേഹം കാലുകള് ഭഗവാന്റെ ക്ഷേത്രങ്ങളിലേക്ക് പോകുന്നതിന് വേണ്ടി ചെയ്തു. പിന്നെ തുളസിയില, ഭഗവാന്റെ പാദത്തിൽ അർപ്പിച്ച തുളസികള് ഇല രസന നാവിനെ നിയന്ത്രിക്കുന്നതിനും, ഭഗവാന്റെ ദിവ്യമായ ആ രൂപത്തെ കാണുന്നതിന് വേണ്ടി കണ്ണുകളും, ഭഗവാന്റെ കഥകൾ കേൾക്കുന്നതില് ചെവിയെയും, ഇങ്ങനെ എല്ലാ ഇന്ദ്രിയങ്ങളെയും ഭഗവത് സേവനത്തില് പിന്നീട് അംബരീഷ മഹാരാജാവ് വ്യാപരിപ്പിച്ചത് കൊണ്ട് അദ്ദേഹത്തിന് ശരിയായ കൃഷ്ണാബോധത്തിലേക്ക് എത്താൻ കഴിഞ്ഞു എന്ന് ശ്രീമദ് ഭാഗവത്തിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ ഭാഗവതമൊക്കെ പഠിക്കുന്നതായിട്ട് നമുക്കത് അറിയാം.
അപ്പോ അതുകൊണ്ട് അതാണ് മനസ്സംയമനത്തിനുള്ള ഒരു ശരിയായ മാർഗം എന്ന് പറയുന്നത്. കൃഷ്ണാബോധത്തിൽ ഇപ്പൊ പറഞ്ഞതുപോലെ ആ കൃഷ്ണാബോധമായ പ്രവർത്തനങ്ങളുമായിട്ട് നമ്മുടെ ഇന്ദ്രിയങ്ങളെ വ്യാപൃതമാക്കുക. അപ്പോൾ ഇന്ദ്രിയങ്ങളെല്ലാം അങ്ങനെ ആ ശരിയായ ആ ടേസ്റ്റ് അനുഭവിക്കാനാണ് വരുമ്പോൾ ശരിയായ ബുദ്ധി എല്ലാം പ്രവർത്തിക്കാൻ തുടങ്ങും. അപ്പോൾ അതാണ് ഇവിടെ ഈ ശ്ലോകത്തിൻ്റെ അകത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞത്. പിന്നെ പറയുന്നത് അടുത്ത ശ്ലോകത്തിന്റെ കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് വീണ്ടും അർജുനനോട് ഭഗവാൻ പറയുന്നു ഒരു പിന്നീട് പ്രത്യേകിച്ചും പറയുന്നത് എന്താണ്, അർജുനന് പിന്നീട് ഇതൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ള രീതിയിലാണ് ഭഗവാൻ വളരെ പ്രോത്സാഹനം കൊടുത്താണ് പറയുന്നത്. അടുത്ത ശ്ലോകത്തിനകത്ത് 68-ാമത്തെ ശ്ലോകത്തിനകത്ത് 2-ാമത്തെ അധ്യായത്തിനകത്ത് 68-ാമത്തെ ശ്ലോകത്തിനകത്ത് പറയുന്നുണ്ട്. അതുകൊണ്ട് കൈക്കരുത്തുള്ളവനെ എന്നാണ് പറഞ്ഞു വെച്ച് കഴിഞ്ഞാല് നിനക്കിതൊക്കെ ചെയ്യാൻ കഴിയും. അപ്പൊ കൃഷ്ണാബോധത്തിലേക്ക് പിന്നീട് എത്താൻ കഴിയുന്നവര് വളരെ ധീരന്മാരാണ്, ശക്തിയുള്ളവരാണ്. അതുകൊണ്ട് ഭഗവാൻ വീണ്ടും വീണ്ടും പ്രോത്സാഹനം കൊടുക്കുകയാണ്. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അല്ലേ. മഹാബാഹോ എന്താ, അല്ലയോ പിന്നീട് മഹാബാഹോ എന്നാണ് കൊടുത്തിരിക്കുന്നത്. വെച്ചാ എന്താ പിന്നീട് കൊടുത്തിരിക്കുന്ന. അതുകൊണ്ട് കൈക്കരുത്തുള്ളവനെ എന്ന് വെച്ച് കഴിഞ്ഞാല് നിനക്ക് അതൊക്കെ ചെയ്യാൻ കഴിവുള്ള ആളാണ്, ഇതൊക്കെ നിനക്ക് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ കഴിയും എന്നുള്ള പ്രോത്സാഹനത്തോടുകൂടി രീതിയിലുള്ള രീതിയിലാണ് പിന്നീട് ഭഗവാൻ അടുത്ത ശ്ലോകത്തിനകത്ത് വീണ്ടും അർജുനുമായിട്ട് പറയുന്നത് കണ്ടോ. എന്നിട്ട് പറയാണ് എന്താ, ഇന്ദ്രിയങ്ങളെ അവയുടെ വിഷയങ്ങളിൽ നിന്ന് പിന്മാറ്റാൻ കഴിവുള്ള ആളാണ് യഥാർത്ഥത്തിൽ സ്ഥിതപ്രജ്ഞ. ഇല്ലേ. അപ്പൊ ആ പ്രജ്ഞ എന്നിവിടെ വാക്ക് കൊടുത്തിരിക്കുന്നത്. എന്താണ് പ്രജ്ഞ? ഈ ശ്ലോകത്തിന്റെ അകത്ത് കൊടുത്തിട്ടുണ്ട് പ്രജ്ഞ. പ്രജ്ഞ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധി അവിടെ കൊടുത്തിട്ടുണ്ട്. അത് സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പ്രജ്ഞ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധി. പ്രതിഷ്ഠിതാഹ, പ്രതിഷ്ഠിതമാകുന്നു. പ്രതിഷ്ഠിതമാകുന്നു, സ്ഥിരമാകുന്നു. സ്ഥിര കണ്ടോ, പ്രജ്ഞൻ എന്ന് വെച്ചാൽ ശരിയായ ബുദ്ധി എന്ന് വെച്ചാൽ ഭ്രമിക്കാത്ത ബുദ്ധി. അതാണ് ഇവിടെ പറയുന്നത് കണ്ടോ. അപ്പൊ നോക്കൂ കണ്ടോ കണ്ടോ ആളാണ് കേട്ടോ. അതുകൊണ്ട് കൈക്കരുത്തുള്ളവനെ, നിനക്ക് അത് ചെല്ലാൻ കഴിവുള്ള ആളാണ് നീ സാധാരണ വ്യക്തിയല്ല എന്നുള്ള ഒരു പ്രോത്സാഹനത്തോടു കൂടിയാണ് ഭഗവാൻ അർജുനോട് സംസാരിക്കുന്നത് കണ്ടോ. ഇന്ദ്രിയങ്ങളെ അവയുടെ വിഷയങ്ങളിൽ നിന്ന്, ഇന്ദ്രിയങ്ങൾ സാധാരണ നമ്മളിപ്പം ഈ ഭൗതിക ലോകത്തിലാണ് കഴിയുന്നത്. നമ്മൾ ആരും ആധ്യാത്മിക ലോകത്തിലല്ല. ഇപ്പോൾ ഈ ഭൗതിക ലോകത്തിലാണ് കഴിയുന്നത്. ഭൗതിക ലോകത്തിന്റെ കാര്യങ്ങൾ പ്രത്യേകിച്ച് നമ്മൾ എടുത്തു പറയേണ്ട കാര്യമില്ല. എപ്പോഴും ഇന്ദ്രിയങ്ങൾ എന്തെല്ലാം വിഷയങ്ങൾ പോകുന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ട കാര്യമില്ല. അത് അങ്ങനെയാണ് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഭഗവാൻ ആദ്യം പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഇന്ദ്രിയങ്ങളെ അവയുടെ വിഷയങ്ങളിൽ നിന്ന് പിന്മാറ്റാൻ കഴിവുള്ള ആളാണ് സ്ഥിതപ്രജ്ഞൻ എന്നിവിടെ പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ അംബരീഷ ചരിത്രത്തിനകത്ത് പറഞ്ഞതിന്റെ ആ ഒരു കാര്യം ശ്രീല പ്രഭുപാദർ എടുത്തു കാണിച്ചിട്ടുണ്ട്. എന്താണ്, എല്ലാം പറയുന്നുണ്ടെങ്കിലും നമ്മൾ എപ്പോഴും നമ്മൾ ആ ഇന്ദ്രിയങ്ങളെ പിന്നീട് വിഷപ്പാമ്പുകളും ആയിട്ടും ഉപമിച്ചിട്ടുണ്ട്. കാരണം ഇത് നമ്മൾ വിചാരിക്കും ഇതിനെ പെട്ടെന്ന് അങ്ങോട്ട് നിയന്ത്രിച്ചൊക്കെ നിർത്താം, അത് ശരിക്കും നമ്മുടെ കയ്യിലാണ് ഇതിന്റെ പ്രവർത്തനം എന്നൊക്കെയാണ് നമ്മൾ കരുതുന്നത്. അത് വളരെ ഈസി അല്ല. ഇത് എപ്പോഴും വേണമെങ്കിലും നമ്മളെ തിരിച്ചു കടിക്കാം എന്നുള്ളത് എപ്പോഴും നമ്മളൊരു ഒരു പാമ്പിനെ നിയന്ത്രിച്ച് നിർത്തുന്നത് പോലെ നമ്മളെപ്പോഴും കൃഷ്ണാബോധത്തിൽ നമ്മുടെ ഇന്ദ്രിയങ്ങളെ വ്യാപൃതമാക്കുക എന്നുള്ളതാണ് ഇവിടെ പ്രത്യേകിച്ച് എടുത്ത് കാണിക്കുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യുന്ന ഒരാള് അല്ലെങ്കിൽ പിന്മാറ്റാൻ കഴിവുള്ള ഒരാളെയാണ് ശരിയായ ബുദ്ധിയുള്ള അല്ലെങ്കിൽ സ്ഥിതപ്രജ്ഞൻ എന്നിവിടെ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞിരിക്കുന്നു ഈ ശ്ലോകത്തിന്റെ അകത്ത്. അതിന്റെ ഭാവാർത്ഥത്തില് ശ്രീല പ്രഭുപാദർ 68-ാമത്തെ ശ്ലോകത്തിന്റെ ഭാവാർത്ഥത്തിനകത്ത് പറയുകയാണ്, ഇന്ദ്രിയങ്ങളെ കൃഷ്ണന്റെ അതീന്ദ്രിയ സേവനത്തിൽ നിയോഗിക്കുക. ഇതാണ് നമ്മൾക്ക് ചെയ്യേണ്ടത്. വളരെ സിമ്പിളായിട്ട് ശ്രീല പ്രഭുപാദർ പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഇന്ദ്രിയങ്ങളെ കൃഷ്ണന്റെ അതീന്ദ്രിയ സേവനത്തിൽ. അപ്പൊ യഥാർത്ഥത്തില് കൃഷ്ണാബോധം മറ്റും നമ്മുടെ സാധാരണ ഭൗതികമായ കാര്യങ്ങളുമായി വ്യാപരിപ്പിക്കുന്നത് പോലെ അല്ല. കൃഷ്ണന്റെ സേവനം യഥാർത്ഥത്തിൽ ഇന്ദ്രിയാതീതമായ സേവനമാണ്, അതീന്ദ്രിയ സേവനമാണത്. ആ സേവനത്തിൽ നിയോഗിക്കുക. അപ്പൊ ഈ സേവനത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ബുദ്ധി വേണം. ബുദ്ധി നഷ്ടപ്പെട്ട ഒരു വ്യക്തിക്ക് പിന്നെ അതീന്ദ്രിയ സേവനം എന്തെന്നൊന്നും ഒന്ന് പിടിയും കിട്ടത്തില്ല. അപ്പൊ അത് എല്ലാം വിഷയത്തിലാവും. അപ്പൊ അതുകൊണ്ട് ഇവിടെ പ്രത്യേകിച്ച് നീല പ്രഭുപാദർ പറയുന്നുണ്ട്, ഇത് അതീന്ദ്രിയ സേവനം, അതിലാണ് നമ്മൾ നിയോഗിക്കേണ്ടത്. കൃഷ്ണാബോധ പ്രവർത്തനങ്ങൾ അതീന്ദ്രിയമായ സേവനമാണ്. അഥവാ കൃഷ്ണാബോധത്തിൽ മുഴുകുക, എത്ര സുന്ദരമായ വാക്കുകൾ, മുഴുകുക വഴി ഒരാൾക്ക് ഇന്ദ്രിയ സുഖാവേശം നിയന്ത്രിക്കാൻ കഴിയൂ എന്നാണ് പറഞ്ഞത്. അപ്പൊ അതാണ്. അപ്പൊ ഭഗവാന്റെ ആ നിർമ്മലമായ മലിനമല്ലാത്ത സേവനം
അതീന്ദ്രിയ സേവനത്തിൽ നമ്മുടെ ഇന്ദ്രിയങ്ങളെ വ്യാപരിപ്പിക്കുക. അത് എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. യഥാർത്ഥത്തിൽ ഇന്ദ്രിയങ്ങളെ നമ്മൾ നേരത്തെ കണ്ടതുപോലെ എന്താണ്, നാവിനെ പ്രസാദം രുചിക്കുക, പിന്നീട് നാമ കീർത്തനം ചെയ്യുക, ഇതൊക്കെ ചെയ്യുമ്പോൾ ദിവ്യമായ പ്രവർത്തനങ്ങളാണിത്. ഭഗവത് പ്രസാദം കഴിക്കുകയും അത് സാധാരണ നമ്മൾ ആഹാരം കഴിക്കുന്നത് പോലെ അല്ല യഥാർത്ഥത്തിൽ. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, പിന്നീട് കൃഷ്ണാവോധത്തിൽ അഥവാ പിന്നീട് അതീന്ദ്രിയ സേവനം, ഇന്ദ്രിയാതീതമായ സാധാരണ നമ്മുടെ ഭൗതിക വിഷയങ്ങൾ പോലെ അല്ലാത്ത അതീന്ദ്രിയമായ സേവനത്തിൽ നിയോഗിക്കുക. അഥവാ കൃഷ്ണാവോധത്തിൽ മുഴുക വഴി ഒരാൾക്ക് ഇന്ദ്രിയ സുഖാവേശം നിയന്ത്രിക്കാൻ കഴിയൂ. ശത്രുക്കളെ ഒതുക്കുന്നത് കൂടുതൽ ശക്തി കൊണ്ടാണല്ലോ. യഥാർത്ഥത്തിൽ കൃഷ്ണാവോധത്തിന് ഈ സാധാരണ ഭൗതികമായ വിഷയങ്ങളിൽ നിന്നും വളരെ പെട്ടെന്ന് നമുക്ക് അതിൽ നിന്ന് മോചിതനാകാൻ കഴിയുമെന്നാണ് പറയുന്നത്. കാരണം അത്രയ്ക്കും ശക്തിയുണ്ട് കൃഷ്ണാവോധ പ്രവർത്തനങ്ങൾക്ക്. അപ്പൊ അതാണ് ഇവിടെ പ്രത്യേകിച്ചും കൊടുത്തിരിക്കുന്നത്, കണ്ടോ. അപ്പൊ കൂടുതൽ ശക്തി കൊണ്ടാണ് നമ്മൾ യഥാർത്ഥത്തിൽ കുഴപ്പങ്ങളെ പരിഹരിക്കാൻ കഴിയുള്ളൂ. അപ്പൊ യഥാർത്ഥത്തിൽ നമ്മുടെ വിഷയങ്ങള് നമ്മളെപ്പോഴും ഇന്ദ്രിയങ്ങളെ അലട്ടിക്കൊണ്ടേ ഇരിപ്പുണ്ട്. ഉദാഹരണത്തിന് ആഗ്രഹങ്ങൾ, ഇങ്ങനെ ആവശ്യമില്ലാത്ത പല പല കാര്യങ്ങൾ കാണുന്നതും കേൾക്കുന്നതും അതും ഇതും ഒക്കെ ഇങ്ങനെ ഭൗതിക ലോകത്തിൽ നമുക്ക് ഇങ്ങനെ പല പല കാര്യങ്ങൾ, അപ്പോൾ തന്നെ നമ്മുടെ ഇന്ദ്രിയങ്ങളൊക്കെ പ്രക്ഷുബ്ധമാവുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തില് നമ്മള് കൃഷ്ണാബോധം ഇത്തരത്തിലുള്ള ഇന്ദ്രിയ പ്രവർത്തനങ്ങളെ, ഭൗതികമായ പ്രവർത്തനങ്ങളിൽ നിന്ന് നമ്മളെ പിന്നീട് പിടിച്ചു നിർത്താനുള്ള ശക്തി ഉണ്ട് കൃഷ്ണാബോധ പ്രവർത്തനങ്ങൾക്ക്. കാരണം കൃഷ്ണാബോധ പ്രവർത്തനത്തിന് ആത്യന്തികമായിട്ട് ഭഗവാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായതുകൊണ്ട് അതിൻ്റെ നിയന്ത്രണം പിന്നീട് നമ്മൾ ഭഗവാൻ തന്നെ ഏറ്റെടുക്കും. അതാണ് ഇതിൽ ശരിയായ ഒരു കാര്യം അതാണ്. കാരണം നമ്മൾ ഭഗവത് സേവനത്തിൽ സേവനം എന്ന് പറയുമ്പോൾ നമ്മൾ ദാസ്യമായ അവസ്ഥയാണ്. സേവനം യഥാർത്ഥത്തിൽ നമ്മൾ സേവനം എന്ന് പറയുമ്പോൾ സേവകൻ, സേവനം എന്നൊക്കെ പറയുമ്പോൾ യഥാർത്ഥത്തിൽ ദാസ്യമായ ഒരു അവസ്ഥയാണ്. അപ്പൊ യഥാർത്ഥത്തിൽ നമ്മൾ സേവകൻ എന്നുള്ള നിലയിൽ നമ്മൾ ഗുരുവിനെ സേവിക്കുക, പിന്നെ മറ്റുള്ള നമ്മുടെ സേവകന്മാരെ സേവിക്കുക, ഇതെല്ലാം ചെയ്യുമ്പോൾ യഥാർത്ഥം ദാസ്യഭാവമാണ്. അപ്പൊ അവിടെ ഭഗവാനാണ് ഇതിന്റെ ആത്യന്തികമായ സ്വീകർത്താവ്. ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ തന്നെയാണ്. എല്ലാ സേവനത്തിന്റെയും സ്വീകർത്താവ് ഭഗവാൻ തന്നെയാണ്. അപ്പൊ അങ്ങനെ നമ്മുടെ ഇന്ദ്രിയങ്ങളെ എല്ലാം ആ സേവനത്തിൽ വ്യാപരിപ്പിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ ഇന്ദ്രിയങ്ങളെ യഥാർത്ഥത്തിൽ അതിൽ ടേസ്റ്റ് ഉള്ള ആ കൃഷ്ണാവോധത്തിൽ ടേസ്റ്റ് നമുക്ക് കിട്ടും. ആരുടെ അനുഗ്രഹം കൊണ്ട്? തീർച്ചയായിട്ടും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് കൃഷ്ണാവോധത്തിൽ ആ ടേസ്റ്റ് വരുന്നതോടുകൂടി ആ വളരെ ഒരു വിധത്തിലും പിന്നീട് രുചിയില്ലാത്തതായിട്ടുള്ള ആ ഒരു പിന്നീട് അവസ്ഥ, അല്ലെങ്കിൽ ഭൗതികമായ എന്താ പറഞ്ഞിരിക്കുന്നത്, ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഭൗതികമായ വിഷയ സുഖങ്ങളിൽ നിന്നെല്ലാം നമുക്ക് വളരെ നിഷ്പ്രയാസം വ്യാപരിച്ചുകൊണ്ട് മാറിപ്പോകാൻ കഴിയും. നമ്മുടെ ഇന്ദ്രിയങ്ങളെ അല്ലെങ്കിൽ പിന്തിരിപ്പിക്കാൻ കഴിയും എന്ന് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മൾ കൃഷ്ണാബോധം പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് ജീവിതത്തിൽ വളരെ വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു വിധത്തിലും നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് ഒരു വിധത്തിലും നമുക്ക് യഥാർത്ഥത്തിലുള്ള ഇന്ദ്രിയങ്ങളെല്ലാം യഥാർത്ഥത്തിൽ ശുദ്ധമാവുക എന്ന് പറയുമ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിലുള്ള എന്താ ഇവിടെ ശ്ലോകത്തിനകത്ത് പറഞ്ഞു, എന്താണ് ശരിയായ ബുദ്ധി ഒരു സമാധാനം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ബുദ്ധി നഷ്ടപ്പെട്ടവന് ഒരിക്കലും സമാധാനം ഉണ്ടാവില്ല. അത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. ഭ്രമിച്ച ബുദ്ധിയുള്ളവന് എന്താണ് ഏതാണെന്ന് അറിയാമെങ്കിൽ അവന്റെ ജീവിതം തന്നെ കുഴപ്പത്തിലാവും. അപ്പൊ യഥാർത്ഥത്തിൽ കൃഷ്ണാബോധത്തിലാണ് നമുക്ക് യഥാർത്ഥത്തിലുള്ള ആ ഒരു ബുദ്ധി, നമുക്ക് ആ നിയന്ത്രണ വിധേയമായ ഒരു ബുദ്ധി നമുക്ക് ലഭിക്കുന്നത്. അത് ആ ഭഗവാന്റെയും ആ ഭക്തന്റെയും ഭക്തന്മാരുടെയും ഗുരുവിന്റെയും ഒക്കെ അനുഗ്രഹത്താലാണ് നമുക്ക് ഈ കാര്യം സാധ്യമാകുന്നത്. അപ്പൊ കൃഷ്ണാബോധ പ്രവർത്തനങ്ങൾ അതിൽ വ്യാപരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ സേവനമാണ് അവിടെ നമുക്ക് കാണുന്നത്, ഇല്ലേ? അപ്പൊ യഥാർത്ഥത്തിൽ എല്ലാ ഇന്ദ്രിയങ്ങളെയും ഭഗവത് സേവനത്തിൽ ഏർപ്പെടുത്തുക എന്നുള്ളതാണ് ആത്യന്തികമായിട്ട് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നതിൽ വിജയിക്കാനുള്ള ഏറ്റവും വളരെ ലളിതമായ ഒരു മാർഗം നമുക്ക് ഹരിനാമ സങ്കീർത്തനയില്ല. പ്രത്യേകിച്ചും നാവ് ഇന്ദ്രിയങ്ങളുടെ ഒരു പ്രധാനമായ ഒരു വിഷയമാണ്. നാവിന് രണ്ട് ഉപയോഗം ഉണ്ടെന്ന് നമുക്കറിയാം. ഒന്ന് രുചിക്കുക, ഒന്ന് അത് പിന്നീട് പറയുക, അല്ലെങ്കിൽ പ്രവർത്തിപ്പിക്കുക, അല്ലെങ്കിൽ സംസാരിക്കുക. അപ്പൊ അങ്ങനെയുള്ള ഉപയോഗമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നാവ് വളരെ വിഷയമുള്ള സംഗതിയാണ്. അതുകൊണ്ട് തന്നെ അതേ നാവ് തന്നെ നമുക്ക് പ്രസാദം കഴിക്കുന്നത് കൊണ്ട് ആ നാവിനെ നിയന്ത്രിച്ച് കൃഷ്ണ കീർത്തനം ചെയ്യാനും ഭഗവത് കഥകൾ പറയാനും ഭഗവാനെ കുറിച്ച് കീർത്തിക്കാനും ഒക്കെ കഴിയുന്നത് കൊണ്ട് തന്നെ
പിന്നീട് ശ്രവണവും കീർത്തനവും സ്മരണവും ഒക്കെ തന്നെ അതിലൂടെ നമുക്ക് ഫസ്റ്റിലുള്ള ഈ ഒരു കാര്യം ചെയ്യുന്നത് കൊണ്ട് തന്നെ മറ്റുള്ള ഇന്ദ്രിയങ്ങൾ സ്വാഭാവികമായി നിയന്ത്രണ വിധേയമാവും ഇല്ലേ. അപ്പൊ നാവിനെ നമ്മള് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് പിന്നീട് യമുനാചാര്യര് ഭഗവാന്റെ പാദത്തിൽ അർപ്പിച്ച തുളസി ഇല അദ്ദേഹം രുചിച്ചു. അപ്പൊ അതുപോലെ അപ്പൊ നമ്മള് ഭഗവാന് പ്രസാദം ഉണ്ടാക്കി നിവേദ്യങ്ങള് ഭഗവാന് സമർപ്പിച്ച് അത് നമ്മുടെ നാവില് കൊടുക്കുമ്പോൾ മറ്റുള്ള ഇന്ദ്രിയങ്ങളെല്ലാം സ്വാഭാവികമായിട്ട് നിയന്ത്രണ വിധേയമാകും. അതിൽ ഒരു സംശയമില്ല. യമുനാചാര്യരുടെ കഥ അത് ഭാഗവത്തിനുള്ളതാണ്, നമുക്കറിയാവുന്ന കഥയാണ്. അപ്പൊ അത് നമുക്ക് അദ്ദേഹം എങ്ങനെയാണ് കൃഷ്ണാവോത്തിൽ പുരോഗമിച്ചതെന്നുള്ള ഭാഗവത്തിൽ കഥകളുണ്ട്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന അതാണ്. അപ്പൊ അതുകൊണ്ട് കൃഷ്ണാവോത്തിൽ മുഴുക വഴി മാത്രമേ ഒരാൾക്ക് ഇന്ദ്രിയ സുഖാവേശം നിയന്ത്രിക്കാൻ കഴിയൂ. അപ്പൊ ഇന്ദ്രിയ സുഖാവേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഭൗതിക ലോകത്തിലാണല്ലോ കഴിയുന്നത്. അപ്പൊ ഭൗതിക ലോകത്തിൽ നിരന്തരം ഭൗതികമായ വിഷയങ്ങൾ നമ്മളെ ഇങ്ങനെ അലട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. കാണുമ്പോഴും കേൾക്കുമ്പോഴും എല്ലാം എപ്പോഴും നമ്മളെ ഇന്ദ്രിയങ്ങൾ ഇങ്ങനെ അതാത് വിഷയങ്ങളുമായിട്ട് നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ കൃഷ്ണാബോധ പ്രവർത്തനങ്ങളെ കുറിച്ച് നമ്മൾ എപ്പോഴും ബോധവാനായിരിക്കണം. അല്ലെങ്കിൽ ഭക്തന്മാരുമായിട്ടുള്ള ആ ഒരു സംസർഗം അത് വളരെ പ്രധാനമാണ്. അല്ലെങ്കിൽ നമ്മൾ ഒറ്റപ്പെട്ടൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ ഏതെങ്കിലും വഴിയിലൂടെ നമ്മളെ വഴി തെറ്റിക്കും എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. അതോടുകൂടി ബുദ്ധിനാശോ പ്രണശ്യതി. ബുദ്ധി നശിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കൃഷ്ണാബോധം ഇല്ല, ഒന്നുമില്ല, അതോടെ എല്ലാം തീർന്നു അല്ലെ. ഭഗവാന് കാര്യങ്ങളും എല്ലാം പോകും. അപ്പൊ അതുകൊണ്ട് ഇവിടെ പ്രത്യേകിച്ചും പറയുകയാണ്, അർജുനനോട് പറയുകയാണ്, നിനക്കത് ചെയ്യാൻ കഴിയും, നീ കൈക്കരുത്തുള്ളവനെ എന്നാണ് പറഞ്ഞത്. അപ്പൊ കൃഷ്ണാബോധത്തിലേക്ക് വരിക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള സംഗതി അല്ല. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ആ ഭഗവാനുമായിട്ടുള്ള ആ നിരന്തരമായ ഒരു സമ്പർക്കം നമുക്ക് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് പ്രത്യേകിച്ചും പറഞ്ഞിരിക്കുന്നത് നിനക്കത് സാധിക്കും. എന്തുകൊണ്ടാണ്? അർജുനൻ ഇവിടെ ഇപ്പോ ഭഗവാന്റെ ഉപദേശങ്ങൾ കേൾക്കുന്നതിനും ഭഗവാൻ പറയുന്ന കാര്യങ്ങളൊക്കെ എന്താ പറയുന്നത്, തുടക്കത്തിൽ തന്നെ ഈ അധ്യായത്തിൽ തന്നെ അർജുനൻ പിന്നീട് ഭഗവാന്റെ ശിഷ്യനായിട്ടൊക്കെ മാറി ഭഗവാനിൽ നിന്നെല്ലാം കേട്ട് പഠിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് വീണ്ടും 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 ഭഗവാൻ പ്രോത്സാഹനം കൊടുത്തുകൊണ്ടാണ് ഈ ശ്ലോകങ്ങളൊക്കെ അങ്ങനെ പറയുന്നത്. കൈക്കരുത്തുള്ളവനെ, നിനക്കിത് സാധിക്കും ഇല്ലേ, ഇന്ദ്രിയങ്ങളൊക്കെ നിയന്ത്രിക്കാൻ. അങ്ങനെ നിയന്ത്രിക്കുന്ന ആളാണ് യഥാർത്ഥത്തില് സ്ഥിതപ്രജ്ഞൻ. സ്ഥിതപ്രജ്ഞൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? പ്രജ്ഞ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധി. അപ്പൊ സ്ഥിതപ്രജ്ഞൻ ഉറച്ച ബുദ്ധി. ഉറച്ച ബുദ്ധി. എന്തിലും ഉറച്ച ബുദ്ധി? ഭഗവാനിൽ അഥവാ കൃഷ്ണാബോധത്തിൽ ഉറച്ച ബുദ്ധി നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്താണ് ആദ്യം ചെയ്യേണ്ടത്? ഇന്ദ്രിയങ്ങളെ നിയന്ത്രണ വിധേയമാക്കുക. അല്ലാതെ നമുക്ക് ഒരിക്കലും ഉറച്ച ബുദ്ധി കിട്ടില്ല. ഉറച്ച ബുദ്ധി ഇല്ലാത്തവന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? സ്ഥിതപ്രജ്ഞനാവാൻ പറ്റില്ല. അപ്പൊ യഥാർത്ഥത്തില് സ്ഥിതപ്രജ്ഞൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ഉറച്ച ബുദ്ധി, കൃഷ്ണാബോധത്തിൽ ഉറച്ച ബുദ്ധി, അതാണ് സ്ഥിതപ്രജ്ഞ. അപ്പൊ കൃഷ്ണാബോധത്തിൽ നമ്മുടെ ഇന്ദ്രിയങ്ങളെ വ്യാപൃതമാക്കുക, അതാണ് ഇതിന് ഏറ്റവും നല്ലൊരു ഉപായമായിട്ട് പറഞ്ഞിരിക്കുന്നത്. കൊടുങ്കാറ്റ് തോണിയെ വലിച്ചഴച്ചുകൊണ്ട് പോകുന്നത് പോലെ നമ്മുടെ ഇന്ദ്രിയങ്ങളെയൊക്കെ ഇപ്പോൾ വലിച്ചഴച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അതിന് ഒരേ ഒരു ഉപാധി ഇവിടെ ഭാഗവത്തിനകത്ത് ശീലപ്രഭുപാദർ പറഞ്ഞതുപോലെ യമുനാചാര്യര് ചെയ്തിട്ടുള്ളത് പോലെയുള്ള ആ കാര്യങ്ങളെല്ലാം നമ്മൾ പ്രസാദം കഴിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, നാമജപം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, മറ്റുള്ളവർ ഭഗവാനെ കുറിച്ച് കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുക, ഭക്തന്മാരെ സേവിക്കുക, ഗുരുവിനെ സേവിക്കുക, ഭഗവാന് വേണ്ടിയിട്ട് പ്രസാദ നിവേദ്യങ്ങൾ തയ്യാറാക്കി കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൃഷ്ണാവത പ്രവർത്തനങ്ങളാണ് ഇതെല്ലാം. ഇത് ചെയ്യുന്നത് കൊണ്ട് തന്നെ ആട്ടോമാറ്റിക്കായിട്ട് ആ ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കുകയും അങ്ങനെ എന്താ പറയുന്നത്, ആ ഇന്ദ്രിയങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് പിന്നീട് ഇത് പാമ്പ് അല്ലെങ്കിൽ സർപ്പം എപ്പോഴും ഇങ്ങനെ കൊത്തണം എന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. അതുപോലെയാണ് ഇന്ദ്രിയങ്ങൾ എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഉദാഹരണം കൊടുത്തിരിക്കുന്നത് പിന്നീട് തോണിയുടെ ഉദാഹരണം കൊടുത്തിരിക്കുന്നത്. തോണി കൊടുങ്കാറ്റ് വന്ന് അടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ആടി ഒലഞ്ഞ് ഒരിക്കലും സമാധാനത്തോടെ തോണിയിൽ ഇരിക്കാൻ പറ്റൂ? കൊടുങ്കാറ്റ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തോണി ഇവിടെ മറ്റു വലിയ ഇതൊന്നുമല്ല ഉദാഹരണം കൊടുത്തിരിക്കുന്നത്, ചെറിയൊരു തോണിയുടെ ഉദാഹരണം കൊടുത്തിരിക്കുന്നത്. കൊടുങ്കാറ്റ് വന്ന തോണി എപ്പം മറിഞ്ഞു പോയെന്ന് ചോദിച്ചാൽ മതി. കാരണം അത്രയ്ക്കേ ഉള്ളൂ അതിന്റെ ഇത്. വെള്ളത്തിനകത്ത് ഒരു പിടുത്തവും ഇല്ലാതെ കിടക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഇന്ദ്രിയങ്ങളെ ഒരെണ്ണം പോയാൽ മതി, പ്രശ്നമാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാ ഇന്ദ്രിയങ്ങളെ പിന്നീട് ഭഗവാനിലേക്ക് കൊണ്ടുവരുന്നതിന് അത്യാവശ്യം നമുക്ക് ആദ്യമായിട്ട് നിയന്ത്രിക്കേണ്ടത് നമ്മുടെ നാവിനെയാണ്. ജിഹ്വ.
അപ്പോൾ നാവിനെ നിയന്ത്രണം ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നാവിനെ നമ്മൾ എപ്പോഴും കൃഷ്ണാവോധത്തിൽ വ്യാപരിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൃഷ്ണ കഥകൾ പറയുക, കേൾക്കുക, നമ്മൾ ഭഗവാനെ കുറിച്ചുള്ള കാര്യങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുക, നമ്മൾ സ്വയം നാമജപം കൊണ്ട് ഭഗവാനെ കീർത്തിക്കുക, സങ്കീർത്തനം ചെയ്യുക. ഇതാണ് നമുക്ക് ഏറ്റവും ലളിതമായ പ്രക്രിയയായിട്ട് കലികാലത്തിലേക്ക് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് ചെയ്യുന്നത് കൊണ്ട് തന്നെ ബുദ്ധി നേരെ ആയിക്കോളും, അങ്ങനെ നമുക്ക് സ്ഥിതപ്രജ്ഞനായിട്ട് ഇരിക്കാൻ കഴിയും എന്നിവിടെ പ്രത്യേകിച്ചും പറയുന്നു. അപ്പൊ ശത്രുക്കളെ ഒതുക്കുന്നത് കൂടുതൽ ശക്തി കൊണ്ടാണല്ലോ. അപ്പോ ഭൗതികമായ ദോഷങ്ങൾ കൊണ്ട് നമ്മൾ കലുഷിതമായ ഇന്ദ്രിയങ്ങളുമായിട്ട് ബുദ്ധി നശിച്ച് കഴിയുന്ന നമുക്ക് കൃഷ്ണാവോധം ശക്തി ഉള്ളതാണ്. അപ്പൊ ആ ശക്തി ആർജിക്കുന്നത് കൊണ്ട് ഈ പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് മോചിതനാകാൻ കഴിയും എന്നിവിടെ പ്രത്യേകിച്ച് മനസ്സിലാക്കാം. അപ്പൊ ഇന്ദ്രിയങ്ങളെ മനുഷ്യ പ്രയത്നം കൊണ്ട് ഒതുക്കാനാവില്ല. ഇതിവിടെ പർപ്പോട്ടില് 68ാമത്തെ ശ്ലോകത്തിനകത്ത് ഭഗവാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇത്രയും കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം പെട്ടെന്ന് ഒരു ഇതുണ്ടാവും. എന്താണ്? ഇന്ദ്രിയങ്ങളെല്ലാം നമുക്ക് നമ്മുടെ കഴിവിൽ അങ്ങോട്ട് നിയന്ത്രിച്ച് നിർത്താൻ പറ്റും എന്നൊരു ധാരണ ഉണ്ടായി അതോടെ തീർന്നു. പ്രത്യേകിച്ചും ഇവിടെ പറഞ്ഞിട്ടുണ്ട് മനുഷ്യ പ്രയത്നം പറഞ്ഞിരിക്കുക. ഒരു വ്യക്തിയുടെ പേരും എടുത്തു പറഞ്ഞിട്ടില്ല. പർപ്പോട്ടിനകത്ത് ശീലപ്രഭു കൊടുത്തിരിക്കുന്നത് മനുഷ്യ പ്രയത്നം കൊണ്ട്. അപ്പൊ മനുഷ്യരെന്ന് പറയുമ്പോൾ ഒരാളല്ല, ഒരു വ്യക്തിയല്ല, കൂട്ടത്തോടെ എല്ലാവരും കൂടെ ചേർന്ന് പ്രയത്നിച്ചാലും നടക്കില്ല. ചിലപ്പോൾ വിചാരിക്കും കുറെ സംഘത്തോടെ നിന്നിട്ട് നമുക്ക് ഇതൊക്കെ നേടിയെടുക്കാം. അതുകൊണ്ടാണ് മനുഷ്യ എന്ന് കൊടുത്തിരിക്കുന്നത്. മനുഷ്യ പ്രയത്നം കൊണ്ട് ഒതുക്കാനാവില്ല. അതുകൊണ്ട് നമ്മൾ ഈ ഭൗതിക ലോകത്തിലുള്ള മനുഷ്യരുടെ പ്രവർത്തനങ്ങളൊന്നും തന്നെ നമുക്ക് സമാധാനം ഉണ്ടാക്കില്ല. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുന്ന പ്രവർത്തനങ്ങളല്ല ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കണം. അതുകൊണ്ട് ശ്രീല പ്രഭുപാദ പർപ്പോട്ടിനകത്ത് അത് പ്രത്യേകിച്ച് എഴുതിയിട്ടുണ്ട്. മനുഷ്യ പ്രയത്നം കൊണ്ട് ഇന്ദ്രിയങ്ങളെ ഒതുക്കാനായിട്ട് പറ്റില്ല എന്നിവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അവയെ ഭഗവത് സേവനത്തിൽ എപ്പോഴും ഏർപ്പെടുത്തുക മാത്രമാണ് ഉപായം. അപ്പൊ ഇതാണ് യഥാർത്ഥ ഉപായം. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഭഗവാന്റെ അനുഗ്രഹത്താലും ഗുരുവിന്റെ അനുഗ്രഹത്താലും ഭക്തന്മാരുടെ അനുഗ്രഹത്താലും നമുക്ക് ഇന്ദ്രിയങ്ങളെ വളരെ നിഷ്പ്രയാസം ഒതുക്കാനായിട്ട് സാധിക്കും. അപ്പൊ കൃഷ്ണാബോധം കൊണ്ട് വേണം സ്ഥിതപ്രജ്ഞനാകാനെന്നും അത് വിശ്വാസ്യനായ ഒരു ആധ്യാത്മിക ഗുരുവിന്റെ മേൽനോട്ടത്തിൽ പരിശീലിക്കേണ്ടതാണ്. ഇതൊരു പ്രത്യേകിച്ച് ഒരു കലയായിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കലയെന്നും അറിയുന്ന ഒരാൾ. അപ്പൊ കൃഷ്ണാബോധം ഒരു എന്താ പറയുന്ന ഒരു കലയാണത്. അപ്പൊ അതിന് വളരെ അപ്പൊ നമുക്കറിയാൻ പറ്റും പല പല രീതിയിലുള്ള കലാപരമായ പരിപാടികളൊക്കെ നമുക്ക് ഇഷ്ടമാണ്. അപ്പൊ ഈ കൃഷ്ണാബോധം യഥാർത്ഥത്തിൽ നല്ലൊരു കലയാണിത്. അപ്പൊ ഇതിനെ നമ്മൾ ഇന്ദ്രിയങ്ങളൊക്കെ തന്നെ അപ്പൊ നമ്മൾ നമ്മുടെ ശരീരത്തിന്റെ ഇന്ദ്രിയങ്ങളൊക്കെ നമ്മൾ പല വിധത്തിലുള്ള കാര്യങ്ങളെ വ്യാപരിപ്പിച്ച് നമ്മൾ അതിൽ ആസ്വദിക്കാറുണ്ട്. അപ്പൊ കൃഷ്ണാബോധം ആസ്വാദനത്തിന് നല്ലൊരു കലയാണ്. അപ്പൊ അതിൽ വ്യാപരിപ്പിക്കുന്നത് കൊണ്ട് തന്നെ സാധകൻ യഥാർത്ഥത്തില് മുക്തിക്ക് യോഗ്യനായവൻ, അങ്ങനെയുള്ള മുക്തിക്ക് യോഗ്യനായവൻ എന്ന് വിളിക്കപ്പെടുന്നു. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന അനുസരിച്ചിട്ട് ഇത് കൃഷ്ണാബോധത്തിന്റെ വഴിയിലേക്കുള്ള ഒരു മുന്നേറ്റത്തിനുള്ള ഒരു അത്യാവശ്യ ഘടകമാണ് ഇന്ദ്രിയ നിയന്ത്രണം സാധിക്കുക എന്നുള്ളത്. അഥവാ മനസ്സിനെയൊക്കെ നിയന്ത്രിക്കുകയും ബുദ്ധിയെ സ്ഥിരപ്രജ്ഞ അല്ലെങ്കിൽ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്യുക. പിന്നീട് ശരിയായ പിന്നീട് എന്താ പറയുന്ന പ്രശുദ്ധമായ ഇന്ദ്രിയം, കൊടുങ്കാറ്റൊന്നും ഇല്ലാത്തൊരവസ്ഥ. ഭൗതിക ലോകത്തില് ഇവിടെ പിന്നീട് ആ ഉപമ കൊടുത്തത് കൊടുങ്കാറ്റ് പോലെയാണ്. ഇവിടെ ഭൗതിക ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളും കൊടുങ്കാറ്റ് പോലെയാണ്. നമ്മുടെ ഇന്ദ്രിയങ്ങളെല്ലാം അതിങ്ങനെ ഇട്ട് തട്ടിക്കളിക്കുക എപ്പോഴും ആ വിഷയങ്ങൾ. അപ്പൊ അങ്ങനെയുള്ള വിഷയങ്ങളെ നമ്മൾ യഥാർത്ഥത്തിൽ കൃഷ്ണാബോധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടുത്തുക. അത് മാത്രമേ ഒരു വഴിയുള്ളൂ. അതാണ് യമുനാചാര്യർ ചെയ്തത്. യമുനാചാര്യർ ചെയ്ത എന്താണ്? അദ്ദേഹത്തിന്റെ ഇന്ദ്രിയങ്ങളെല്ലാം ഭഗവത് സേവനത്തിൽ വ്യാപൃതമാക്കി. അപ്പൊ അതാണ് ഇതിന് പറ്റിയ ഒരു മാർഗമായിട്ടിവിടെ പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ചും ബുദ്ധി അതല്ലെങ്കിൽ പ്രജ്ഞ. അപ്പൊ ആ ബുദ്ധി നമുക്ക് ആ പ്രജ്ഞ ഉറച്ച ബുദ്ധി, സ്ഥിര ബുദ്ധി ഇല്ലേ? സ്ഥിര ബുദ്ധി, അത് സ്ഥിത പ്രതിഷ്ഠിത. എന്താണ് സ്ഥിത പ്രതിഷ്ഠിത? പ്രജ്ഞ. ഇതാണ് 68ാമത്തെ ശ്ലോകത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. പ്രജ്ഞ പ്രതിഷ്ഠിത. അപ്പൊ ശരിയായ ഉറച്ച ബുദ്ധി, അതൊക്കെ നമുക്ക് കൃഷ്ണാബോധത്തിലേക്ക് പുരോഗമിക്കുന്നതിന് വേണ്ടിയിട്ട് സാധിക്കും എന്നാണ് ഇവിടെ ഈ പർപ്പോട്ടിനകത്ത് അങ്ങനെ പിന്നീട് ഇതിലേക്ക് ഉയർന്നു വരുന്ന ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? മുക്തിക്ക് യോഗ്യനായവൻ എന്ന് വിളിക്കുക. അപ്പൊ മുക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തില് നമുക്കറിയാൻ പറ്റും ഇന്ദ്രിയങ്ങളൊക്കെ പിന്നീട് എന്താ വിഷയങ്ങളിൽ നിന്നൊക്കെ വ്യാപരിപ്പിക്കുന്ന ഒരു വ്യക്തി മാത്രമാണ് മുക്തിക്ക് അല്ലെങ്കിൽ ഈ ഭൗതികമായ ത്വരകളിൽ നിന്നുള്ള ഒരു മോചനം ലഭിക്കാനുള്ള ഏക മാർഗം എന്നാണ് ഇവിടെ പ്രത്യേകിച്ചും അങ്ങനെ അതിലേക്ക് പോകുന്ന ഒരു യോഗ്യനായവൻ എന്നാണ് പറയുന്നത്.
അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തിയെ യോഗ്യനായവൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ യോഗ്യത ഓരോരുത്തരും നമ്മൾ നേടേണ്ടത് വളരെ അത്യാവശ്യമുള്ളതായിട്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ഇതില് ഒരു കാര്യം ഇന്നത്തെ ഈ 2 ശ്ലോകങ്ങളിലും കൂടി ഒരു കൺക്ലൂഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് ഒരു കാര്യം നമുക്കൊന്ന് മനസ്സിലാക്കാം. അപ്പൊ ഇവിടെ ഇന്ദ്രിയ നിയന്ത്രണം നമുക്ക് ഇപ്പൊ 2 ശ്ലോകത്തിന്റെയും പർപ്പോട്ട് നമ്മളിവിടെ വായിച്ചു കഴിഞ്ഞതാണ്. അപ്പൊ ഇവിടെ ഒരു വിഷയമുള്ളത് പലപ്പോഴും പിന്നീട് മനസ്സിനെയൊക്കെ നിയന്ത്രിക്കുക, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ്. പക്ഷെ ഇത് എത്രമാത്രം നമുക്കത് പ്രാവർത്തികമാക്കാൻ കഴിയും എന്നുള്ളത് ഒരു വലിയ വിഷയമായ ഒരു കാര്യമാണ്. കാരണം ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക എന്ന് പറയുമ്പോൾ ഇതാ ഇപ്പൊ 68ാമത്തെ ശ്ലോകമായി. ഇനി വളരെ ചുരുങ്ങിയ ശ്ലോകങ്ങൾ കൊണ്ട് ഈ അധ്യായം തന്നെ അവസാനിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇത് ഗീതാ വിഷയ സംഗ്രഹവുമാണ് ഈ അധ്യായം. അപ്പൊ അതുകൊണ്ട് ഈ ഒരു അധ്യായം നന്നായി പഠിക്കാതെ നമുക്ക് ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക എന്ന് പറയുന്നത് വളരെ വിഷയമുള്ള ഒരു സംഗതിയാണ്. അപ്പൊ അതുകൊണ്ട് പ്രധാനമായിട്ടും ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കേണ്ടത് വളരെ, അല്ലെങ്കിൽ പ്രജ്ഞ, അല്ലെങ്കിൽ ബുദ്ധി, സ്ഥിരബുദ്ധി നമുക്ക് തുടർന്നുള്ള കാര്യങ്ങളിലേക്ക് സഞ്ചരിക്കുന്നതിന് വളരെ അത്യാവശ്യമായിട്ട് പ്രത്യേകിച്ചും പറഞ്ഞിരിക്കുന്നു. അപ്പൊ ആ സ്ഥിരബുദ്ധി ഇവിടെ പ്രത്യേകിച്ച് ശ്രീല പ്രഭുപാദർ പറയുന്നത് മനുഷ്യ പ്രയത്നം കൊണ്ട് അത് കിട്ടില്ല എന്നിവിടെ പ്രത്യേകിച്ച് ഒതുക്കാനാവില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ദ്രിയങ്ങളെ മനുഷ്യ പ്രയത്നം കൊണ്ട് ഒതുക്കാനാകില്ല. അപ്പൊ പിന്നെ ഇത് ഒതുക്കാൻ ആർക്ക് കഴിയും? അതാണ് ഇവിടെ ഒരു വിഷയം. അപ്പൊ അത് ഭഗവത് കരുണയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. കാരണം ഭഗവാൻ ഋഷികേശനാണ്, ഭഗവാൻ ഇന്ദ്രിയങ്ങളുടെ നാഥനാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഋഷികേശൻ എന്നുള്ള പേരുള്ളത്. അപ്പൊ ആ ഭഗവാന് ഈ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനായിട്ട് അല്ലെങ്കിൽ പിടിച്ചു നിർത്താനുള്ള ആ കഴിവുണ്ട്. അപ്പൊ നമ്മുടെ ഇന്ദ്രിയങ്ങളെ ഋഷികേശന്റെ സേവനത്തിൽ വ്യാപൃതമാക്കുക, അല്ലാതെ വേറെ ഒരു വഴിയുമില്ല. അതാണ് ഇതിന് ഏക മാർഗം. അതാണ് യമുനാചാര്യരും ചെയ്തത്. അല്ലാതെ നമ്മളെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാത്ത ഒരു വ്യക്തിക്ക് ഒരിക്കലും ശരിയായ ഉറച്ച ബുദ്ധി കിട്ടത്തില്ല, ആ സ്ഥിതപ്രജ്ഞ ഉണ്ടാവില്ല. ഇവിടെ പ്രത്യേകിച്ചും ഭഗവാൻ ഈ 68ാമത്തെ ശ്ലോകത്തിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സ്ഥിതപ്രജ്ഞ നേടുക എന്നുള്ളത് തുടർന്ന് അങ്ങോട്ടുള്ള യാത്രയ്ക്ക്, കൃഷ്ണാവോധത്തിലേക്കുള്ള യാത്രയ്ക്ക് നമുക്ക് വളരെ അത്യാവശ്യമാണ്. ഇന്ദ്രിയ നിയന്ത്രണം ഇല്ലാത്തവന് കൃഷ്ണാവോധത്തിൽ പുരോഗമിക്കാൻ സാധിക്കില്ല. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് മുക്തിയെ ലക്ഷ്യമാക്കിയാണെങ്കിൽ പോലും യഥാർത്ഥത്തിൽ നമ്മുടെ ഇന്ദ്രിയങ്ങളെയും ബുദ്ധിയെയും നമ്മൾ നിയന്ത്രിക്കുക, അല്ലെങ്കിൽ ഭഗവാന്റെ സേവനത്തിലേക്ക് വ്യാപരിപ്പിക്കുക. നിയന്ത്രണം എന്ന് ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ്. കൃഷ്ണാവോധത്തിൽ വ്യാപരിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവത് സേവനത്തില്, അല്ലെങ്കിൽ ഗുരുവിന്റെ സേവനത്തില്, അല്ലെങ്കിൽ ഭക്തന്മാരെ സേവിക്കുക, ഇതൊക്കെ തന്നെയാണ്. അപ്പൊ ഭക്തനും ഗുരുവും ഭഗവാൻ തമ്മിൽ അഭേദ്യമല്ല, വേറല്ല. അപ്പൊ ഭക്തനില്ലാതെ ഭഗവാനില്ല, ഗുരുവില്ലാതെ പിന്നീട് ഭഗവാനില്ല. അപ്പൊ ഗുരുവും ഭഗവാനും ഭക്തനും എല്ലാം ഒരു ചെയിൻ പോലെ ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു സംഗതിയിൽ ഏതെങ്കിലും ഒന്ന് മുറിഞ്ഞു പോയാലും ഇതെല്ലാം പ്രശ്നത്തിലാവും. അപ്പൊ ഭക്തനില്ലാതെ അല്ലെങ്കിൽ സത്സംഗമില്ലാതെ ഒരിക്കലും കൃഷ്ണാവോധത്തിൽ പുരോഗമിക്കാൻ സാധിക്കില്ല. ഗുരുവില്ലാതെ ഇത് ഒരിക്കലും ഭഗവാന്റെ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് അറിയാനും കഴിയില്ല. അപ്പൊ ഭഗവാനില്ലാതെ ഇത് എല്ലാ സേവനവും സ്വീകരിക്കുന്നതിനും ആളില്ല. അപ്പൊ ഇത് മൂന്നും യഥാർത്ഥത്തിൽ നമുക്ക് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് മാത്രമേ നമുക്ക് നമ്മുടെ ഉറച്ച ബുദ്ധി അല്ലെങ്കിൽ സ്ഥിരപ്രജ്ഞ നമുക്ക് ലഭിക്കത്തുള്ളൂ. ആ ബുദ്ധി ഇല്ലാതെ നമുക്ക് കൃഷ്ണാവോധത്തിൽ പുരോഗമിക്കാനോ മുക്തിപഥത്തിലേക്ക് പോലും നമുക്ക് മുന്നോട്ട് പോകാൻ പോലും സാധിക്കില്ല എന്നിവിടെ ഈ 68ാമത്തെ ശ്ലോകത്തിനകത്ത് പറഞ്ഞിരിക്കുന്നു. അടുത്ത 69ാമത്തെ ശ്ലോകം വളരെ വിശേഷപ്പെട്ടതാണ്. അതിന് വരുന്ന പിന്നീട് ആഴ്ചയിൽ നമുക്ക് ശ്ലോകത്തിനകത്ത് മാതാജി പഠിക്കാം. പക്ഷേ ഇവിടെ വീണ്ടും ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. ഒരു ചെറിയൊരു ഉദാഹരണം നമുക്ക് കേൾക്കാം പറ്റും. പലപ്പോഴും നമ്മൾ പിന്നെ നമ്മുടെ ഇന്ദ്രിയങ്ങളെ നമ്മൾ നിയന്ത്രിക്കാൻ വേണ്ടി നമ്മൾ പല പരിപാടികളും ആസൂത്രണം ചെയ്യാറുണ്ട്. അപ്പൊ അതില് പിന്നീട് മനസ്സ് ഇന്ദ്രിയങ്ങളുടെ കേന്ദ്ര ബിന്ദു ആയതുകൊണ്ട് പിന്നീട് ആ മനസ്സിന്റെ നിയന്ത്രണത്തിന് വേണ്ടി കൃഷ്ണാബോധത്തിലേക്കുള്ള പുരോഗമനത്തിനും പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത് നാമസങ്കീർത്തനമാണ്. അത് ഒരൊറ്റ മാർഗം നമ്മൾ ഉപേക്ഷിച്ചാൽ മാത്രം മതി, ബാക്കി എല്ലാം കുഴപ്പത്തിലാവാൻ. അപ്പൊ അതുകൊണ്ട് അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. മനസ്സ്
ആണ് എല്ലാ ഇന്ദ്രിയങ്ങളുടെയും കേന്ദ്രസ്ഥാനം. അപ്പോ ആ മനസ്സിന്റെ നിയന്ത്രണം കൊണ്ട് തന്നെ നമുക്ക് ശരിയായ ബുദ്ധി, അതിന് മേലെ ഇരിക്കുന്ന ബുദ്ധിയെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. അപ്പൊ എല്ലാ ഇന്ദ്രിയങ്ങളെയും കേന്ദ്രസ്ഥാനമായ മനസ്സിന്റെ നിയന്ത്രണം നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നിരന്തരം കൃഷ്ണനെ പ്രസാദം കഴിക്കുക, നാമജപം ചെയ്യുക. അങ്ങനെ നമുക്ക് കൃഷ്ണാവബോധത്തിലേക്ക് പുരോഗമിക്കാൻ സാധിക്കും എന്നിവിടെ പ്രത്യേകിച്ചും ഈ ശ്ലോകത്തിന്റെ 2 ശ്ലോകങ്ങളിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നു. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. വളരെ സന്തോഷം പ്രഭു. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. നല്ല സൂപ്പർ ക്ലാസ്. നല്ല രസമുണ്ടായിരുന്നു. നന്ദി പ്രഭുജി, വളരെ നന്ദി. വളരെ സന്തോഷത്തോടുകൂടി ഒരു അനൗൺസ്മെന്റും കൂടെ ഞാൻ ചെയ്തോട്ടെ പ്രഭുജി? പ്രഭുവിന്റെ നന്ദി. താങ്ക് യു പ്രഭുജി. പ്രിയപ്പെട്ട ഭക്തജനങ്ങളെ, ഇവിടെ വന്നു ചേർന്ന എല്ലാ ഭക്തജനങ്ങൾക്കും റെഗുലറായിട്ട് നടക്കുന്ന ഭഗവത്ഗീത ക്ലാസ് എല്ലാ ദിവസവും ഞായർ ഒഴിച്ചുള്ള ദിവസങ്ങളിൽ 7 മുതൽ 8 മണി വരെ ഈ സമയത്തുണ്ട്. പ്രഭുവിനെ പോലെ വളരെ സീനിയർ ആയിട്ടുള്ള വൈഷ്ണവരാണ് ഈ ക്ലാസ് കൈകാര്യം ചെയ്യുന്നത്. ആ പ്രസ്തുത പ്രോഗ്രാമിന് റെഗുലറായിട്ട് പുതിയ ആൾക്കാരായിട്ട് ഒരുപാട് ആൾക്കാർ വരുന്നതിൽ സന്തോഷം. ഈ ഭക്തിയിൽ വളരെ സീരിയസ് ആയിട്ട് മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ ഹരേ കൃഷ്ണ മഹാമന്ത്രം ഡെയിലി 1 മാല ജപിക്കേണ്ടതാണ്. അപ്പോൾ അതിന് മാല ഇല്ലാത്തവർക്ക് ഈ ലിങ്കിൽ ഏറ്റവും താഴെയായിട്ട് ഫോൺ നമ്പർ ഉണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് മാല അയച്ചു തരുന്നതാണ്. ഹരേ കൃഷ്ണ മഹാമന്ത്രം ആണ് ജപിക്കേണ്ടത്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്നിങ്ങനെ മന്ത്രം 108 മുത്തുള്ള മാല വെച്ച് ജപിക്കുന്നത് വളരെ നല്ലതാണ്. അങ്ങനെ 1 മാല ഡെയിലി ജപിക്കുന്ന വ്യക്തികൾക്ക് ഹരേ കൃഷ്ണ ആശ്രമം ഇസ്കോൺ തിരുവനന്തപുരം ഒരു സർട്ടിഫിക്കറ്റ് നൽകാറുണ്ട്. അതിന്റെ പേര് ശ്രദ്ധാവാൻ സർട്ടിഫിക്കറ്റ് എന്നാണ്. അപ്പോൾ ആ ശ്രദ്ധാവാൻ സർട്ടിഫിക്കറ്റ് അടുത്ത പ്രാവശ്യം നമ്മൾ തരുന്നത് വരുന്ന ഓഗസ്റ്റ് 31-ാം തീയതി രാധാഷ്ടമിയുടെ അന്നാണ്. അന്ന് പള്ളിച്ചൽ ഇസ്കോൺ ഹരേകൃഷ്ണ ക്ഷേത്രത്തിൽ വെച്ച് ഈ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഹാൻഡ് ഓവർ തരുന്നതാണ്. അപ്പോൾ അതിന് ആരെങ്കിലും തയ്യാറാണെങ്കിൽ ആവശ്യമുള്ളവർ ആ നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങളുടെ പേര് നൽകാവുന്നതാണ്. അതേപോലെ മറ്റൊരു അനൗൺസ്മെന്റ് എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ പല സ്ഥലങ്ങളിലും നമ്മൾ ഈ പറഞ്ഞ ഭഗവത്ഗീത ക്ലാസ് ഇസ്കോൺ തിരുവനന്തപുരത്തിന്റെ മാധ്യസ്ഥതയിൽ എടുക്കാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ വീടിന് അടുത്ത് ഏതെങ്കിലും ഒരു ക്ഷേത്ര കോമ്പൗണ്ടിലോ അതല്ല ഏതെങ്കിലും NSS SNDP കരയോഗം ഹാളുകളോ റെസിഡൻസ് അസോസിയേഷൻ ഹാളുകളോ ലൈബ്രറി ഹാളുകളോ ഒക്കെ അല്ലെങ്കിൽ ഫ്ലാറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ അസോസിയേഷൻ ഹാളുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ നിങ്ങളുടെ ഒരു കൂട്ടായ്മയിൽ ഈ വിഷയം അവതരിപ്പിക്കുകയും ക്ലാസ് എടുക്കാൻ നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ നമ്മുടെ ഹരേ കൃഷ്ണ ആശ്രമം ഇസ്കോൺ തിരുവനന്തപുരത്തിന്റെ കെയർ ഓഫിൽ വിവിധ പ്രഭു ഇന്ന് ക്ലാസ് എടുത്ത ഭക്തന്മാരെ പോലെയുള്ള വളരെ ശ്രേഷ്ഠരായ വൈഷ്ണവരുടെ ക്ലാസ് നമുക്ക് ഓർഗനൈസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ആവശ്യമുണ്ടെങ്കിലും ദയവായി നിങ്ങൾക്ക് ഈ ലിങ്ക് അയച്ചു തന്നിട്ടുണ്ടല്ലോ, ആ ലിങ്കിന്റെ താഴെയുള്ള ഫോൺ നമ്പറിൽ നിങ്ങൾ നിങ്ങളുടെ വാട്സപ്പ് മെസ്സേജ് അയക്കുകയോ വിളിക്കുകയോ ചെയ്യണമെന്ന് ഇതിനാൽ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഇന്ന് ക്ലാസ് എടുത്ത പ്രിയപ്പെട്ട മനോഹര ചൈതന്യ പ്രഭുവിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയും. താങ്ക് യു പ്രഭുജി, വളരെ നല്ല ക്ലാസ്. ഈ ക്ലാസ്സിനകത്ത് പങ്കെടുത്തത് എനിക്ക് ആരെയും ഞാൻ കണ്ടില്ല. എല്ലാവരോടും നന്ദി അറിയിക്കുകയാണ്. ഞാൻ ഈ ക്ലാസ്സിൽ എനിക്ക് എന്റെ ഈ ഇത് കേൾക്കുന്നതിൽ നിങ്ങൾ താല്പര്യം കാണിച്ച എല്ലാവർക്കും നന്ദിയുണ്ട്. ഹരേ കൃഷ്ണ. ഭാഗവതം ക്ലാസ് നമുക്ക് വേണം, ഭാഗവതം ക്ലാസ് വേണം. ഭഗവത്ഗീത ക്ലാസ്സിനാണ് പ്രഭു വന്നത്. ദയവായി രാവിലെ 8 മുതൽ 9 മണി വരെ നടക്കുന്ന ഭാഗവതം ക്ലാസ്സിനും പ്രഭുവിന്റെ ക്ലാസ് നമ്മൾ ആഗ്രഹിക്കുന്നു പ്രഭു. നന്ദി പ്രഭു. താങ്ക് യു പ്രഭുജി. പ്രഭു സംശയം ചോദിച്ചോട്ടെ? ഒരു സംശയം ചോദിച്ചാലും അത് പ്രഭു ഭഗവത്ഗീതയിലെ ഗുണാതീതൻ, ബ്രഹ്മഭൂതാവസ്ഥ, പിന്നെ വിശുദ്ധ സത്വഗുണത്തിൽ എത്തിച്ചേർന്നു. ഇത് 3ഉം സ്ഥിതപ്രജ്ഞൻ, ഇത് 4ഉം സെയിം ആണോ? സ്ഥിതപ്രജ്ഞൻ, ഗുണാതീതൻ, പിന്നെ ബ്രഹ്മഭൂതാവസ്ഥയിൽ എത്തിച്ചേർന്നു, വിശുദ്ധ സത്വഗുണത്തിൽ എത്തിച്ചേർന്നു, 4 എണ്ണം. ഈ 4 കാറ്റഗറിന്റെ എന്താണ് വ്യത്യാസം? 4 സെയിം ആണോ ഇത് 4ഉം? ഇവിടെ ഈ അധ്യായത്തിന്റെ അകത്ത് ഈ അവസാനത്തെ ശ്ലോകത്തിനകത്ത് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്
അത് മനസ്സിലായി. ഞാൻ ആ ഭഗവത്ഗീതയിലെ മറ്റുള്ള ഭാഗങ്ങളും മുന്നേ കേട്ടിട്ടുണ്ട്. അപ്പൊ അത് കാരണം കൊണ്ട് ഞാൻ ചോദിച്ചതാണ്. ആ ഗുണാതീതൻ എന്ന് പറയുന്നുണ്ട്. ഏതോ ആ അധ്യായത്തിൽ വരുന്നുണ്ട്, ഗുണാതീതൻ വരുന്നുണ്ട്. പിന്നെ അവൻ ആ ബ്രഹ്മഭൂതാവസ്ഥയിൽ എത്തിച്ചേർന്നു എന്ന് പറയുന്നുണ്ട്. പിന്നെ ആ അങ്ങനെയുള്ള ആള് ശുദ്ധ സത്യഗുണത്തിലേക്ക് എത്തിച്ചേരുന്നു എന്ന് പറയുന്നുണ്ട്. പിന്നെ ആ അപ്പോ അത് തന്നെ ലാസ്റ്റ് സ്റ്റാർട്ടിങ് സ്ഥിതപ്രജ്ഞനാണ്. ഇതിന്റെ പിന്നാലെയുള്ള ചാപ്റ്ററിലാണ് ഇങ്ങനെ വരുന്നത്. ബ്രഹ്മഭൂതാവസ്ഥയിൽ എത്തിച്ചേർന്നു, ഗുണാതീതനാവുന്നു, വിശുദ്ധ അതെ സത്വഗുണത്തിലേക്ക് എത്തിച്ചേർന്നു. അപ്പൊ ഇത് അതെ 4 കാറ്റഗറി സെയിം ആണോ? സെയിം അല്ലെങ്കിൽ എന്താണ് അതിന്റെ ഡിഫറൻസ് എന്നൊന്ന് പറയാൻ ആ പറ്റുമോ? പ്രഭു ഇവിടെ ഈ ശ്ലോകത്തിനകത്ത് പ്രത്യേകിച്ചും ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് പ്രജ്ഞാ പ്രതിഷ്ഠിതാഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പ്രത്യേകിച്ച് അതിന്റെ വിവർത്തനശീല പറയുന്നത് സ്ഥിതപ്രജ്ഞൻ ആളാണ്, സ്ഥിതപ്രജ്ഞൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ യഥാർത്ഥത്തില് ഇപ്പൊ പ്രഭു പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ്. പല പല ശ്ലോകങ്ങളിനകത്ത് വ്യത്യസ്തമായ രീതിയിൽ പിന്നീട് ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് ബ്രഹ്മഭൂതാവസ്ഥ, പിന്നെ സ്ഥിതപ്രജ്ഞസ്യ, ഇങ്ങനെയൊക്കെ പല പല വാക്കുകൾ പലയിടത്തും പല പല ശ്ലോകങ്ങളിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽസും നമ്മുടെ യഥാരൂപം ഭഗവത്ഗീതകത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളത് വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ഇതെല്ലാം മനസ്സിലാക്കുന്നതിന്റെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നതിന്റെ കാര്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ്? ഇതെല്ലാം നമ്മൾ പിന്നീട് ബുദ്ധിയെ നിയന്ത്രിക്കണം. ഇതൊക്കെ നമ്മൾ ഇന്ന് കേട്ട കാര്യമാണ്. അപ്പോൾ ഈ ശ്ലോകത്തിനകത്ത് ഭഗവാൻ പറഞ്ഞു, പർപ്പോട്ടിലെ ശ്രീലപ്രഭാരം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ യഥാർത്ഥത്തിൽ നമ്മൾ ഇതെല്ലാം മനസ്സിലാക്കുന്ന ഈ ശ്ലോകങ്ങളുടെ അകത്ത് വ്യത്യസ്തമായ രീതിയിൽ പറയുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുന്നതിന്റെ യഥാർത്ഥ ലക്ഷ്യം കൃഷ്ണാവത്തിലേക്ക് എത്തുക എന്നുള്ളതാണ്. അപ്പൊ അതാണ് ഇതിന്റെ യഥാർത്ഥ ലക്ഷ്യം, അതാണ്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കുക, അതാണ് നമുക്ക് ആവശ്യം. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇത് പ്രത്യേകിച്ചും പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഭഗവത്ഗീത പഠിക്കുമ്പോൾ നമുക്ക് ഇതെല്ലാം കാണാൻ കഴിയും. ഇതെല്ലാം യഥാർത്ഥത്തിൽ ആ അത് കൃഷ്ണാവത്തിലേക്ക് മനസ്സിലായി. എത്തുക എന്നുള്ളതാണ് അതിന്റെ ലക്ഷ്യം, അതാണ്. പ്രഭു മറ്റേ നമ്മള് ആ ഒരു ഗുണാതീതൻ എന്ന് പറയുമ്പോ ത്രിഗുണങ്ങൾക്ക് അതീതനാണ് ആ വ്യക്തി എന്ന് പറയുന്നു. പിന്നെ സ്ഥിതപ്രജ്ഞൻ എന്ന് പറഞ്ഞ ഒന്നിലും പ്രക്ഷുബ്ധമാവാത്ത മനസ്സോടുകൂടി അവൻ നിൽക്കുന്നു. പിന്നെ അത് കഴിഞ്ഞ ശേഷം അവൻ ബ്രഹ്മഭൂത അവസ്ഥയിൽ എത്തിച്ചേർന്നു. പിന്നെ വിശുദ്ധ സത്വഗുണത്തിലേക്ക് എത്തിച്ചേർന്നു, സത്വഗുണത്തിലേക്ക് മേലെത്തിച്ചേർന്നു. അപ്പൊ ആ കാറ്റഗറിയിൽ ഉള്ള ആ ആത്മാവ് അവിടെ ചെല്ലുമ്പോ അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് ഈ സ്ഥിതപ്രജ്ഞനുമായിട്ട് എന്താണ് ഡിഫറൻസ് വല്ലതും ഉണ്ടോ? സെയിം തന്നെയാണോ എന്ന് ഉദ്ദേശിച്ചത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന പ്രജ്ഞ ബുദ്ധിയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ബുദ്ധിയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ബുദ്ധി പ്രത്യേകിച്ചും പറഞ്ഞിരിക്കുന്നത് ഇന്ദ്രിയങ്ങൾക്ക് മേലെയാണ് ബുദ്ധി. അപ്പൊ ഇന്ദ്രിയ നിയന്ത്രണം ഇല്ലാതെ ഒരു വ്യക്തിക്ക് യഥാർത്ഥത്തിൽ ആ ബുദ്ധി, ഉറച്ച ബുദ്ധി കിട്ടില്ല. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സ്ഥിര ബുദ്ധി എന്ന് വെച്ചാൽ സ്ഥിതപ്രജ്ഞ, അതാണ് സ്ഥിതപ്രജ്ഞ. അപ്പൊ അതില്ലാതെ നമുക്ക് കൃഷ്ണാബോധത്തിലേക്ക്, അപ്പൊ കൃഷ്ണാബോധത്തെ യഥാർത്ഥത്തിൽ ഈ അധ്യായം കൃഷ്ണാബോധത്തിന്റെ ആ പ്രാധാന്യത്തെ എടുത്തു കാണിക്കുകയാണ് ഗീത വിഷയ സംഗ്രഹം എന്ന ഈ അധ്യായത്തിനകത്ത്. അപ്പൊ അതുകൊണ്ട് അത് യഥാർത്ഥത്തിൽ അതുകൊണ്ട് തന്നെ അതിനെ ഈ അധ്യായത്തിൽ ബുദ്ധിയോഗം എന്നും പറയുന്നുണ്ട്. അപ്പൊ ഇതിനി ഒരു 72ാമത്തെ ശ്ലോകത്തിന് ഈ അധ്യായം അവസാനിക്കുകയാണ്. അപ്പൊ ഈ പ്രാധാന്യമാണ് നമ്മളുടെ പ്രത്യേകിച്ച് മനസ്സിലാക്കുന്നത്. അപ്പൊ ബുദ്ധിയെ സൂചിപ്പിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ബുദ്ധി ഇല്ലാതെ നമുക്ക് മറ്റുള്ള ഒരു കാര്യത്തിലേക്ക് അതിലേക്ക് ഒന്നും പോകാൻ കഴിയില്ല. മനോഹര പ്രഭു, ഞാൻ ഒരു എക്സ്ട്രാ പോയിന്റ് ആഡ് ചെയ്തോട്ടെ അദ്ദേഹത്തിന്റെ ചോദ്യത്തിന്. പറഞ്ഞോ. പ്രഭു ചോദിച്ചത് ഈ 4 ഒരേ പോയിന്റ്, ഒരേ തലമാണോ? സ്ഥിതപ്രജ്ഞൻ എന്നുള്ള ആ തലത്തിലെത്തിയാൽ ഈ ഗുണാതീതനും സ്ഥിതപ്രജ്ഞനും വേറെ 2 പോയിന്റ് പറഞ്ഞു, അതെല്ലാം ഒരേ അവസ്ഥയിൽ എത്തുന്ന ആളിന് കിട്ടുന്ന സൗഭാഗ്യങ്ങളാണോ എന്നാണ് അദ്ദേഹം ചോദിച്ചെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരിയല്ലേ പ്രഭു? ഞാനത് ഓവറോൾ ബേസിലാണ് ചോദിച്ചത്, അല്ലാതെ ഈ ശ്ലോകത്തിലെ ബേസ് ചെയ്തിട്ടല്ല ചോദിച്ചത്. കാരണം ഓവറോൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ആ ഒരു രീതിയിൽ ഈ ഒരു പിന്നീട് വരുന്നുണ്ട്. അപ്പൊ അത് കാരണം കൊണ്ട് എനിക്കൊരു ഞാൻ ചോദിച്ചതാണ്. എസ്പെഷ്യലി ഈ ിലുള്ള ഭാഗത്തിനെ ബേസ് ചെയ്തുകൊണ്ടല്ല ഞാൻ ചോദിച്ചത്. ഓവറോൾ ഭഗവത്ഗീതയിലെ ഇത് 4 വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഡിഫറൻസ് ഉണ്ടെങ്കിൽ ഡിഫറൻസ് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ 4 സെയിം തന്നെയാണെങ്കിൽ സെയിം ആണ് എന്ന് പറഞ്ഞാൽ മതി. അത് ഗുണാതീതൻ, ബ്രഹ്മഭൂതാവസ്ഥ, സ്ഥിതപ്രജ്ഞൻ ആൻഡ് വിശുദ്ധ സത്വഗുണം, ഇത് 4. ഓക്കെ സാർ, ഇതിന് ഞാനൊരു ചെറിയ എൻ്റെ ഒരു പോയിന്റ് നമ്മുടെ മനോഹര പ്രഭുവിന്റെ അനുമതിയോട് കൂടി ആഡ് ചെയ്യാം. വിശുദ്ധ സത്വം എന്ന് പറയുന്നത് ത്രിഗുണങ്ങളുടെ അതീതമായ അവസ്ഥയാണ്. അതായത് സത്വഗുണം, രജോ ഗുണം, തമോ ഗുണത്തിന് മുകളിലുള്ള അവസ്ഥ. അതാണ് വാസുദേവ സത്വം എന്ന് പറയുന്ന വിശുദ്ധ സത്വഗുണം. അപ്പൊ സ്ഥിതപ്രജ്ഞനായ ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും വിശുദ്ധ സത്വ നിലവാരത്തിൽ എത്തുക എന്നുള്ളത് തന്നെയാണ് സ്ഥിതപ്രജ്ഞനാവുന്നതിന്റെ യഥാർത്ഥ ഉദ്ദേശം. പിന്നെ ഗുണാതീതൻ എന്ന് പറയുമ്പോൾ ഈ ത്രിഗുണങ്ങളുടെ മുകളിൽ വരുന്ന അവസ്ഥ എന്ന് പറയുമ്പോൾ അതും ഈ പറഞ്ഞ വിശുദ്ധ സത്വാവസ്ഥയിൽ എത്തുക എന്നുള്ളത് തന്നെയാണ്.
സ്ഥിതപ്രജ്ഞൻ എന്നുള്ള ഒരാളിന്റെ അർത്ഥം എന്ന് വെച്ചാൽ അയാൾ ഗുണത്തിന്റെ വഴി തെറ്റിക്കപ്പെട്ട് വഴിമാറി പോകുന്നത് അല്ലാതെ ഭഗവാനിൽ ഉറച്ച മനസ്സോടുകൂടി പ്രവർത്തിക്കുന്നതിനെയാണ് സ്ഥിതപ്രജ്ഞൻ എന്ന് പറയുന്നത്. ആ അർത്ഥത്തിൽ അദ്ദേഹം ഗുണാതീതൻ തന്നെ. അപ്പൊ പ്രഭു ചോദിച്ച ഈ 3 ചോദ്യങ്ങൾ 4 കാര്യങ്ങളും ഒരു സ്ഥിതപ്രജ്ഞനായ വ്യക്തിയുടെ സ്വാഭാവികമായ സ്വഭാവ സവിശേഷതകളിൽ വരുന്നത് തന്നെയാണ്. പിന്നെ മനോഹര പ്രഭു പറയാൻ ഉദ്ദേശിക്കുന്നത് എന്തെന്ന് വെച്ചാൽ, ഒരു കൃഷ്ണാവബോധത്തിൽ ഒരാൾ വരുന്നതോടുകൂടി അദ്ദേഹം സ്ഥിതപ്രജ്ഞനാവുന്നു, ഗുണാതീതനാവുന്നു, വിശുദ്ധ സത്വഗുണത്തിലാകുന്നു. വേറെ ഏതോ ഒരു പോയിന്റ് പറഞ്ഞിട്ട് സാർ? ബ്രഹ്മഭൂത അവസ്ഥയിലെത്തുന്നു. ബ്രഹ്മഭൂത അവസ്ഥയെ കുറിച്ച് പറയുകയാണെങ്കിൽ, ബ്രഹ്മഭൂത അവസ്ഥയുടെ ഭഗവാനെ സാക്ഷാത്കരിക്കുന്ന 3 തരം അവസ്ഥയിൽ ഒന്നാണ് ബ്രഹ്മഭൂത അവസ്ഥ. അതായത് ഭഗവാനെ സാക്ഷാത്കരിക്കാൻ ശ്രീമദ് ഭാഗവതം പറയുന്ന അനുസരിച്ച് 3 തരം സാക്ഷാത്കാരമാണ് ഉള്ളത്. 1 ബ്രഹ്മ സാക്ഷാത്കാരം, 2 പരമാത്മ സാക്ഷാത്കാരം, 3 ഭഗവത് സാക്ഷാത്കാരം. നമ്മളിവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് കൃഷ്ണാവബോധം എന്ന് പറയുമ്പോൾ ഭഗവത് സാക്ഷാത്കാരത്തിനെ കുറിച്ചാണ്. അതായത് കോടിക്കണക്കിന് ജന്മം ഭഗവാൻ ഇല്ല എന്ന് പറയുന്നതിന് ശേഷം ബഹുനാം ജന്മനാം അന്ത്യേ ജ്ഞാനവാൻ മാം പ്രവർത്തിതേ വാസുദേവ സർവമിതി സാ മഹാത്മാ സുദർലഭ. ഒരുപാട് ജന്മമനങ്ങൾക്ക് അവസാനം അദ്ദേഹം ഭഗവാനുണ്ട്, ഏതോ ഒരു ശക്തിയാണെന്ന് പറയും. അതിനെ ഒരു വെളിച്ചമാണ് എന്നൊക്കെ പറയുന്നതിനാണ് ബ്രഹ്മസാക്ഷാത്കാരം എന്ന് പറയുന്നത്. എന്നാൽ അതേ സമയത്ത് എല്ലാ മനുഷ്യരുടെയും കൃമിയുടെയും കീടങ്ങളുടെയും ഹൃദയകമലങ്ങളിൽ ഭഗവാൻ ഉണ്ട്, ഒരേ സമയത്തുണ്ട്. അതേ സമയത്ത് അദ്ദേഹം ശക്തിയായി തന്നെ അല്ലാതെയും ഉണ്ട് എന്ന് മനസ്സിലാക്കുന്ന 2ാമത്തെ സ്റ്റെപ്പ് ഓഫ് സാക്ഷാത്കാരമാണ് പരമാത്മ സാക്ഷാത്കാരം എന്ന് പറയുന്നത്. എന്നാൽ ഈ രണ്ടും താണ്ടി 2 കൈ 2 കാലുള്ള ഭഗവാന്റെ രൂപം മനസ്സിലാക്കി ഭഗവാൻ ആകുന്ന അദ്ദേഹത്തിന്റെ പേര് കൃഷ്ണനാണെന്നും അദ്ദേഹവും നമ്മളും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് തിരിച്ചറിയുകയും ആ ബന്ധത്തിൽ ഭഗവാനും നമ്മൾ തമ്മിലുള്ള വിനിമയം നടക്കുന്നത് മാധുര്യ രസത്തിലാണോ, സഖ്യരസത്തിലാണോ, വാത്സല്യ രസത്തിലാണോ, ദാസരസത്തിലാണോ, അതല്ല ന്യൂട്രൽ ആയിട്ടുള്ള ഒരു രസത്തിലാണോ എന്ന് ഒരു മനുഷ്യൻ തിരിച്ചറിഞ്ഞ് പരമാത്മാവിന്റെ ശരിയായ അവസ്ഥയിൽ ഭഗവാനെ സാക്ഷാത്കരിക്കുന്ന അവസ്ഥയാണ് കൃഷ്ണാവബോധം എന്ന് പറയുന്നത്. അപ്പൊ അത് ഭഗവത് സാക്ഷാത്കാരമാണ്. അപ്പൊ ഈ ഭഗവത് സാക്ഷാത്കാരത്തിന്റെ ഏറ്റവും ബേസിക് സ്റ്റെപ്പാണ് സാർ ഇപ്പൊ പറയുന്ന ബ്രഹ്മഭൂതാവസ്ഥ. അപ്പൊ ബ്രഹ്മഭൂതാവസ്ഥ എന്ന് പറയുന്നത് ഭഗവത് സാക്ഷാത്കാരത്തിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്. എന്നാൽ ബ്രഹ്മഭൂത അവസ്ഥയ്ക്ക് ശേഷവും നമുക്ക് മുന്നേറേണ്ടതുണ്ട്. അങ്ങനെ ഉള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നതാണ് സ്ഥിതപ്രജ്ഞൻ, വാസുദേവ സത്വത്തിൽ എത്തുന്ന അവസ്ഥ. അപ്പൊ അതിന് മുകളിലാണ്. എന്നാൽ ബ്രഹ്മ സാക്ഷാത്കാരം നേടിയാൽ കൂടി പതനമുണ്ട്. എന്നാൽ ഭഗവത് സാക്ഷാത്കാരം നേടിയാൽ പതനമില്ല. മുക്തി മൊത്തം 5 തരം മുക്തികളില് ബ്രഹ്മ ജ്യോതിസിൽ പോയി ലയിക്കാൻ മാത്രമേ ബ്രഹ്മസാക്ഷാത്കാരം നേടിയവർക്ക് കഴിയത്തുള്ളൂ. എന്നാൽ അതിനു മുകളിലുള്ള 4 തരം മുക്തി നേടിയവർക്ക് പിന്നെ ഭൗതിക ലോകത്തിലേക്ക് പതിക്കേണ്ടതില്ല. ബ്രഹ്മസാക്ഷാത്കാരം നേടിയ വ്യക്തിക്ക് ആക്ടിവിറ്റീസ് ഇല്ലാത്തത് കൊണ്ട് വീണ്ടും ഭൗതിക ലോകത്തിൽ പതിക്കാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് 4 തരം കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തതിൽ ബ്രഹ്മസാക്ഷാത്കാരം എന്നുള്ളത് ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയ ഒരു നമ്മുടെ അവസ്ഥ അല്ല. ഏറ്റവും ടോപ്പ് മോസ്റ്റ് അവസ്ഥയിൽ എത്തുന്നതിന് ഫസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള അവസ്ഥ മാത്രമാണ് ബ്രഹ്മഭൂതാവസ്ഥ എന്ന് പറയുന്നത്. എന്നാൽ സ്ഥിതപ്രജ്ഞൻ എന്ന് പറയുന്നതും ഗുണാതീതൻ എന്ന് പറയുന്നതും വാസുദേവ സത്വത്തിൽ എത്തിയ അവസ്ഥ എന്ന് പറയുന്നതും ബ്രഹ്മഭൂത അവസ്ഥയ്ക്കും ഒരുപാട് മുകളിലാണ്. അതാണ് മനോഹര പ്രഭു ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന കൃഷ്ണാവബോധം എന്ന് പറയുന്നത്. താങ്ക് യു സാർ. താങ്ക് യു പ്രഭുജി, വളരെ സന്തോഷം. നന്ദി. എല്ലാവർക്കും നമസ്കാരം. ഹരിപൂൽ, ഹരേ കൃഷ്ണ. സുരേഷ് പ്രഭു നമ്മുടെ റെഗുലർ ഭൗതികത ക്ലാസ്സിൽ എത്തുകയാണെങ്കിൽ താങ്കൾക്ക് തീർച്ചയായിട്ടും ഈ വിഷയത്തിനെ കുറിച്ച് ഒരു നല്ല വിവിധ ഡ്യൂട്ടിമാരുടെ എക്സ്പ്ലനേഷൻ കിട്ടും എന്ന് ഞാൻ ഉറപ്പിച്ച് പറഞ്ഞുകൊള്ളട്ടെ. അങ്ങയുടെ പ്രസൻസ് ഇനിയുള്ള ക്ലാസ്സുകളിൽ നമ്മൾ ആത്മാർത്ഥമായി പ്രതീക്ഷിക്കുന്നു. ദയവായി വന്നാലും സാർ ചോദിച്ച ചോദ്യങ്ങൾ ഒരുപാട് പേർക്കുള്ള ചോദ്യമാണ്. അങ്ങ് ചോദിച്ചത് ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്നു എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട്. സുരേഷ്, സാറിന്റെ വീട് എവിടെയാണ്? തിരുവനന്തപുരത്താണോ? അല്ല, തൃശ്ശൂരാണ്. തൃശ്ശൂരാണ്. ഓക്കെ. തൃശ്ശൂരിൽ നമ്മുടെ ഒരുപാട് സത്സംഗങ്ങളുണ്ട്. സാറിന് പങ്കെടുക്കാം. ഓൺലൈൻ സത്സംഗത്തിൽ നമ്മുടെ ഈ പ്രോഗ്രാമിൽ റെഗുലറായിട്ട് വരികയും ചെയ്യാം. വന്നാലും സാർ. താങ്ക് യു സാർ. താങ്ക് യു. ഓക്കെ. ഹരേ കൃഷ്ണ. മനോഹര പ്രഭു, നമുക്കപ്പോ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം അങ്ങയുടെ അനുമതിയോടുകൂടി. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ദണ്ഡവത് പ്രണാമം. വളരെ നന്ദി. വന്നിച്ചേർന്ന എല്ലാ ഭക്തന്മാർക്കും വളരെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി. കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ജയ